പ്രധാനമായിട്ടും എന്തിന് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് നമ്മുടെ ഒരു ആൾക്കാർ നല്ല പ്രായത്തിൽ തന്നെ ഡീജനറേറ്റീവ് ഡിസീസുകൾ വരുന്നു, രോഗങ്ങൾ വരുന്നു. ഇത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീടിന് അടുത്ത് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും പഞ്ചായത്തുകളും ഡയാലിസിസ് സെൻ്ററുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്? ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെ ഫുഡ് മുഴുവനും മാറി. ഫുഡിനകത്ത് പോയിസൺ, നമ്മൾ ന്യൂട്രീഷന് പകരം പോയിസൺ കയറി. ഇതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതൊക്കെ ഇന്ന് എല്ലാവരും അവയറാണ്. ഇന്ന് നമ്മൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ ഫാമേഴ്സ്, കൃഷിക്കാർ ഇന്ത്യ മുഴുവനും സമരം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നേതാവും ലീഡ് ചെയ്യാനില്ലാതെ തന്നെ കൃഷിക്കാർ തോതിൽ ഇറങ്ങി സമരം ചെയ്യുന്നു. ഇങ്ങനെ ഒരു വിഭാഗം നടക്കുന്നു. എന്നാൽ കൃഷി ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഗവൺമെൻറ്റും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ഒരു വശം കേൾക്കുന്നു. അതിനിടയിൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത സ്റ്റോറികൾ വേറെ സൈഡിൽ വരുന്നു. ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കൃഷിയിൽ ഇന്ന് ഇത്രമാത്രം രോഗങ്ങൾ വരാനും കർഷകർ ഇത്രയും ലോസിലാവാനും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ് ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1960കളിലാണ് ഗ്രീൻ റവല്യൂഷൻ ഇവിടെ കൊണ്ടുവരുന്നത്. ഇന്ദിരാഗാന്ധി കാലത്ത് കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. വളരെ സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. അതായത് നമ്മുടെ രാജ്യം പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ കൂടുന്നു. അങ്ങനെ പോപ്പുലേഷൻ കൂടിയാൽ ഭക്ഷ്യദാരിദ്ര്യം ഉണ്ടാവും എന്നുള്ളതിനെ വെളിച്ചത്തിൽ പരമ്പരാഗത വിത്ത് ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഇപ്പം നെൽകൃഷിയിലാണെങ്കിൽ ഒരു ഏക്കറിൽ അന്ന് പറക്കണക്ക് പറയാൻ ഒരു ഏക്കറിൽ ഒരു 60 പറ 70 പറയൊക്കെയാണ് ആ കൂടി പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അരിയും ഗോതമ്പും പോലത്തെ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്തിരുന്നൊരു കാലത്ത് ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ പരമ്പരാഗത വിത്ത് വെച്ചിട്ടുള്ള കൃഷി രീതികൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇവിടെ പോപ്പുലേഷൻ ഇത്രയും കൂടുതലുള്ള രാജ്യത്ത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യദാരിദ്ര്യം ഉണ്ടാവും, മറ്റുള്ള രാജ്യത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡുകൾ, വിത്തുകളും ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകളും ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഉൽപ്പാദനക്ഷമത കൂടിയ വിത്തുകളും തൈകളും പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. 1960 അപ്പോൾ ഉൽപ്പാദനക്ഷമത കൂടിയ വിത്തുകളും തൈകളും ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഹൈ ന്യൂട്രീഷൻ ആവശ്യമാണ്. അതായത് കൂടുതൽ ഉൽപ്പാദനക്ഷമത കൂടിയ വിത്തുകൾ ഡെവലപ്പ് ചെയ്ത് സയൻറ്റിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത വിത്തുകളും തൈകളും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. 1960ലാണ് തുടങ്ങിയത്. അങ്ങനെ ഉൽപ്പാദനക്ഷമത കൂടിയ വിത്തുകളും തൈകളും ആകുമ്പോൾ കൂടുതൽ ന്യൂട്രീഷൻ ആവശ്യമുണ്ട്, കൂടുതൽ പോഷകം ആവശ്യമുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞാൽ 60 പറ 70 പറ നെല്ല് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് 400 പറ 500 പറ നെല്ലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബാക്കി ഡിഫറൻസ് വരുന്ന ഒരു 350 പറ നെല്ലിനുള്ള പോഷകം എക്സ്ട്രാ കിട്ടും. അതിനാണ് പെട്ടെന്ന് പോഷകം കിട്ടാൻ വേണ്ടിയാണ് കെമിക്കൽ ഫോമിലുള്ള പോഷകങ്ങൾ NPK പോലത്തെ സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരുന്നെങ്കിലും അന്നത്തെ ഫാമേഴ്സ് മുഴുവൻ, കൃഷിക്കാർ മുഴുവൻ ഇതിനെ എതിർത്ത് നിന്നിരുന്നൊരു കാലമാണ്. അതായത് ഇത് കാരണം രാസവളം എൻ്റെ പറമ്പിൽ കയറ്റിയാണെന്നും കീടനാശിനി എൻ്റെ പറമ്പിൽ കയറ്റിയാണെന്നൊക്കെ പറഞ്ഞ് എതിർത്ത് നിന്നിരുന്നൊരു കാലമാണ്. ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. കാരണം ഡെമോൺസ്ട്രേഷൻ കാണിച്ച ഓരോ പഞ്ചായത്തിലെ ഒരു ഗ്രാമസേവകന്മാരെ കൊണ്ടൊക്കെ വന്ന് ഓരോ ഏരിയയിൽ രാസവളമൊക്കെ ഇട്ട് അവിടുത്തെ ഗ്രോത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാസവളങ്ങളൊക്കെ ഓവർ യൂസേജ്, സയന്റിഫിക് അല്ലാതെ ഉപയോഗിച്ചാണ് പ്രോബ്ലം. അതായത് രാസവളങ്ങളോ വിഷങ്ങളോ ഇതൊക്കെ പെർമിറ്റഡ് ആയിട്ട് പെർമിറ്റ് ചെയ്തിരിക്കുന്ന ലിമിറ്റുകളുണ്ട്. ഇപ്പോൾ US പോലത്തെ രാജ്യങ്ങളും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കെമിക്കലും പോയിസണും ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന് ലിമിറ്റുണ്ട്. പെർമിറ്റ് ചെയ്തിരിക്കുന്ന ലിമിറ്റ് എക്സീഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ടോട്ടൽ ഈ രാസവള ശാസ്ത്രീയമാണെന്നുള്ള വാദം അല്ല. അത് പലപ്പോഴും ജൈവ കൃഷിക്കാർ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത് തുടക്കത്തിൽ ആൾക്കാർ പേടിയോടുകൂടിയാണ് ഉപയോഗിച്ചെങ്കിലും ഉപയോഗിച്ചങ്ങ് പേടി മാറിയത് ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു 15-20 വർഷം, 1960 മുതൽ 1980 വരെയുള്ള ഒരു 15-20 വർഷം ഇത് ഗ്രോത്തായിരുന്നു. അതായത് ഉൽപ്പാദനം കൂടി, പ്രൊഡക്ഷൻ കൂടി, ആൾക്കാർ കുറച്ച് പ്രോഫിറ്റ് കൂട്ടി കിട്ടാൻ തുടങ്ങി. കാരണം ആൾക്കാരൊക്കെ ഓവർ യൂസേജ്, അതായത് ഒരേക്കറിൽ പലപ്പോഴും ശാസ്ത്രീയമായിട്ടല്ലാന്ന് പറയാൻ കാരണം ഒരേക്കറിന് ഇത്ര കിലോ വളം ഇടാനായിട്ട് വള കമ്പനികൾ, അവരെല്ലാം മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവരെ സംബന്ധിച്ച് സാധനം വിറ്റെടുക്കാൻ വേണ്ടി അതുവരെ ഒരു വളം കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു കൾച്ചർ ഇല്ലായിരുന്നു നമ്മുടെ. ആൾക്കാർ വളം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ചാണകവും ഗോമൂത്രവും അല്ലെങ്കിൽ പച്ചില വളങ്ങളും ഒക്കെ ആയിരുന്നു പണ്ടത്തെ വളം എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ വന്നതോടെ ആൾക്കാർ കാശ് കൊടുത്ത് വളം മേടിക്കുന്ന ഒരു കൾച്ചർ വന്നതോടെ മാർക്കറ്റിംഗ് വന്നു സ്വാഭാവികമായിട്ട്. അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ കമ്പനി എക്സിക്യൂട്ടീവ്സ് നടന്ന് ടാർഗറ്റ് കൊടുത്ത് കമ്പനി എക്സിക്യൂട്ടീവ്സിനെ കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ആൾക്കാർ ഓവർ യൂസേജ് തുടങ്ങി. ഓവർ യൂസേജ് വന്ന് തുടക്കത്തിൽ ഈ ഗ്രാഫ് മുകളിലേക്കായിരുന്നു, കൃഷിക്കാർ കുറേ പ്രോഫിറ്റും കൂടുതൽ കിട്ടി. 1980 വരെ വലിയ കുഴപ്പമില്ലാതെ ആയിരുന്നു പോയത്. ഒരു 80 കഴിഞ്ഞതോടുകൂടി ഇത് നേരെ താഴോട്ട് കുത്താൻ തുടങ്ങിയതുകൊണ്ട് നേരെ പ്രൊഡക്ഷൻ താഴാൻ തുടങ്ങി, ഉൽപ്പാദനം കൂടുന്നില്ല, രോഗങ്ങൾ കൂടാൻ തുടങ്ങി.
കാരണം മണ്ണിന്റെ ഫെർട്ടിലിറ്റി, മണ്ണിൽ അന്ന് സൂക്ഷ്മജീവികളും സൂക്ഷ്മ മൂലകങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സപ്ലിമെന്റ് പോലെ ഉപയോഗിക്കാനാണ്, കെമിക്കൽ ഫെർട്ടിലൈസർ ഒരു സപ്ലിമെന്റ് പോലെ ഉപയോഗിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു 80% ജൈവ സാധനങ്ങളുടെ 20% സപ്ലിമെന്റ് എന്നുള്ള ലെവലിൽ ഉപയോഗിക്കാനായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിലും അത് ഉപയോഗിച്ച് ശീലിച്ചതോടെ 100% കെമിക്കൽ ഫാമിങ്ങിലേക്ക് ആൾക്കാർ മാറി. അപ്പം മണ്ണിലെ മൈക്രോബിയൽ ആക്ടിവിറ്റി ഡിസ്റ്റർബ് ആയി. അപ്പൊ ഇങ്ങനെ വന്നതോടുകൂടി 80 കഴിഞ്ഞതോടുകൂടി ഈ ഒരു 80 എന്നുള്ളതല്ല, ഒരു 15 വർഷം 20 വർഷം റിപ്പീറ്റഡ് ആയിട്ട് ഓവറായിട്ട് കെമിക്കൽ യൂസേജും പോയിസൺ യൂസേജും വന്നതോടുകൂടി മണ്ണിന്റെ ബാലൻസ് തെറ്റിയെന്ന് പറയാൻ പറ്റും. അതായത് ഒരു ആരോഗ്യമുള്ള ഒരു ഹെൽത്തി സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക് ഫീറ്റ് 40 മണ്ണിര ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ആരോഗ്യമുള്ള ഒരു മണ്ണെന്ന് പറയുന്നത്. മണ്ണിര യാത്ര ചെയ്യുന്ന ഇങ്ങനെ ഒരു ഹോളിട്ട് മുകളിലേക്ക് പോയിട്ട് വേറെ ഹോളിട്ട് താഴോട്ട് പോയിട്ട് സിക്സാഗ് ആയിട്ടാണ് മണ്ണിര യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇത് മുകളിലേക്ക് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും ഏറ്റവും മൈക്രോന്യൂട്രിയൻസ് ഉള്ള ഫുഡാണ് മണ്ണിര കഴിക്കാറ്. മണ്ണിര ഏറ്റവും കൂടുതൽ മൈക്രോന്യൂട്രിയൻസ് ഉള്ള വെള്ളക്കല്ലുകളും കട്ടിക്കല്ലുകളും ഇതുപോലത്തെ സാധനങ്ങൾ കഴിച്ചിട്ട് ഇവര് മുകളിലേക്ക് ചെന്നിട്ട് തിരിച്ച് മുകളിൽ കൊണ്ടുവച്ച് കൊടുക്കുന്ന മണ്ണിരയുടെ വേസ്റ്റ്, ഈ നമ്മൾ കുരിപ്പാന്നൊക്കെ പറയും, ഈ സാധനം ആണ് ഏറ്റവും ഹൈ ക്വാളിറ്റി മൈക്രോന്യൂട്രിയൻസ് ആണ്. ഇതൊന്നും ഒരു കമ്പനിക്ക് മാനുഫാക്ചർ ചെയ്യാൻ പോലും പറ്റില്ല, അത്ര ഹൈ ക്വാളിറ്റി മൈക്രോന്യൂട്രിയൻസ് ആണ്. ഇതുകൂടാതെ മണ്ണിരയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണിൽ എയറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഹെൽത്തി സോയിൽ എന്ന് പറഞ്ഞാൽ 50% സോളിഡായിട്ടും 50% സോളിഡായിട്ടും 25% എയറും 25% വാട്ടറും ആയിരിക്കണം എന്ന് പറയും. ഒരു സ്പോഞ്ച് ആയിരിക്കണം, മണ്ണ് സ്പോഞ്ച് പോലെ ഇരിക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട്, അതായത് നമ്മുടെ നർവ്സിന്റെ റോളാണ് മണ്ണിലേക്ക്. ഒരു ആരോഗ്യമുള്ള ഒരു മണ്ണെന്ന് പറഞ്ഞാൽ, ഒരു ഹെൽത്തി സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക് ഫീറ്റിൽ 40 മണ്ണിര ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ മണ്ണ് തന്നെ വർക്ക് ചെയ്യും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇത് മണ്ണിലേക്ക് 15 വർഷത്തോളം ആയുസുള്ള ജീവിയാണ്. പക്ഷെ മണ്ണ് ടോക്സിക് ആയി കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ഉപയോഗിച്ചെന്നുള്ളതല്ല, ഒരു പരിധിന്റെ മുകളിൽ, അതായത് ഇപ്പോൾ ഒരു രാസവളം തന്നെ, ഇപ്പോൾ ഒരു യൂറിയ ഒരു ഗ്രാനുൾ വന്ന് വീണെന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം സ്വയം സർവൈവൽ മെക്കാനിസം നമുക്കുള്ള പോലെ തന്നെ മനുഷ്യനുള്ള പോലെ തന്നെ ഇവർക്കൊക്കെ സർവൈവൽ മെക്കാനിസം ഉണ്ട്. ഇവർക്ക് അങ്ങോട്ട് മാറി നിൽക്കാനൊക്കെ സാധിക്കും. പക്ഷെ ആ മാറി നിൽക്കുന്നിടത്തും പിന്നെയും വന്ന് വീഴുന്നു, അടുത്ത സ്ഥലത്തും പിന്നെയും വന്ന് വീഴുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ അവിടെ നിൽക്കാൻ പറ്റാത്തവർ ഇവരെന്തായാലും ഒരു 15 ഫീറ്റ് 15 ഫീറ്റ് താഴോട്ട് പോയിട്ട് സമാധി ഇരിക്കാൻ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുള്ളൂ. 15 വർഷത്തോളം മണ്ണിന്റെ അടിയിൽ പോയി 15 ഫീറ്റോളം താഴെ പോയിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുള്ളൂ ഒരു ജീവിയാണ്. അപ്പൊ ഇവര് ഓവറായിട്ട് യൂസേജ് വന്നതോടുകൂടി മണ്ണിൽ, അതായത് ജൈവ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ, ചാണകമോ ഗോമൂത്രമോ പോലത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ രാസവളങ്ങളും വിഷങ്ങളും മാത്രം ഉപയോഗിച്ചതോടെ ഇവർ നേരെ താഴോട്ട് പോയിട്ട് 15 അടി താഴോട്ട് പോയിട്ട് പ്രവർത്തിക്കാതിരിക്കും. 15 വർഷത്തോളം പ്രവർത്തിക്കാതിരിക്കും. ഇപ്പൊ നമ്മൾ പറമ്പിലൊക്കെ കിണർ കുത്താൻ നേരത്ത് ചിലപ്പം നമുക്ക് കാണാൻ പറ്റും, ആ ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മാത്രം കിടന്ന് മണ്ണിനെ പിടയ്ക്കുന്ന കാണാൻ പറ്റും. അതിന് മുകളിൽ ഉണ്ടാവില്ല, താഴെ ഉണ്ടാവില്ല, പിന്നെ മാറി നിൽക്കുന്ന മണ്ണപ്പം അനുകൂലമായ സാഹചര്യമാകുന്നവർ വീണ്ടും വന്ന് ചേർന്നെടുക്കും. അതാണ് മണ്ണിര. അതുപോലെ സൂക്ഷ്മജീവികളുണ്ട്. സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഒരു ആരോഗ്യമുള്ള ഒരു മണ്ണാണെങ്കിൽ 1 ഗ്രാം മണ്ണിൽ 1 കോടിയിലധികം സൂക്ഷ്മജീവികൾ ഉണ്ടാവുന്നുണ്ട്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണോട്ട് കാണാൻ പറ്റാത്തതാണ്. ഈ സൂക്ഷ്മജീവികളുടെ ജോലി എന്ന് വെച്ചാൽ വീട്ടിൽ ലേഡീസിന്റെ ജോലിയാണ്. അതായത് നമുക്ക് വളം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കൃഷിക്കാർക്ക് വളം ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ആ വളം ഒരു അരിയുടെ ഫോമേ ആയിട്ടുള്ളൂ. അത് ചോറും കറിയായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യുന്ന മണ്ണിൽ സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഓവറായിട്ട് കെമിക്കൽ യൂസേജ്, ഓവറായിട്ട് പോയിസൺ യൂസേജ് വന്നിടത്ത് ബാധിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് നിയർ ടു ഡെഡായി. ഇത് ഡെഡായി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മുടെ മണ്ണ് ഡിസോർഡർ ആയി കഴിഞ്ഞാൽ അന്നേരം ചെടികൾ ഡിസോർഡർ ആവും. ചെടിയുടെ ഡിസോർഡർ ഡിസീസ് ആണെന്ന് പറഞ്ഞ് മരുന്ന് കമ്പനികൾ മരുന്ന് വയ്ക്കാനായിട്ട് നടക്കുന്നു. അവർ ആ രോഗത്തിന് ഈ മരുന്ന്, ആ രോഗത്തിന് ഈ മരുന്ന് എന്ന് പറഞ്ഞ് മരുന്നുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും. അപ്പം ചെടികളുടെ കൂട്ടം മനുഷ്യന്റെ കാര്യത്തിലൂടെ നടക്കുന്ന എന്താണ്? ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ല, ഡിസീസ് മാനേജ്മെന്റേ ഉള്ളൂ. ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനമില്ല, ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർക്ക് ഇവിടെ പബ്ലിക്കായിട്ട് പറയാൻ പോലും സാധിക്കാത്ത ലെവലിലാണ് നിൽക്കുന്നത്. ഹെൽത്താണ് മാനേജ് ചെയ്യുന്നത്. ഡിസീസ് മാനേജ് ചെയ്യുന്നത് ഹെൽത്ത് പോയതിനു ശേഷമല്ല ഉണ്ടാകുന്നത്. വണ്ടി പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ചെയ്യുന്നതാണോ, ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം കെട്ടിപ്പിടിച്ചിട്ട് വർഷത്തിൽ കൊണ്ട് ചെയ്യുന്നതാണോ ഇപ്പോൾ കൂടുതൽ സെൻസിബിൾ ആയിട്ടുള്ള കാര്യം? മനുഷ്യന് പോലും അത്രയും ഡോൺ കെയർ ആയിട്ട് ഇവിടെ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സിന്റെ കാര്യത്തിൽ എന്തായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഊഹിക്കാന്നുള്ളത്. അപ്പോൾ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ടോട്ടലിൽ പോയി ഡിസീസ് മാനേജ്മെന്റ് എന്നുള്ള ലെവലിലേക്ക് മാത്രമായിട്ട് മാറി. ഇപ്പോൾ രോഗങ്ങൾ വരുന്നു, രോഗത്തിന് മരുന്ന്, ആ രോഗത്തിന് ഈ മരുന്ന്, ഈ രോഗത്തിന് ആ മരുന്ന്. ഇതിനനുസരിച്ച് ഈ മണ്ണിലേക്ക് പോയിസൺ യൂസേജ് കൂടി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജൈവ കൃഷി സാധാരണ പറയുന്നതും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ രാസവളത്തിനെയും വിഷത്തിനെയും ഒരേ ലോകത്ത് കിട്ടേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ പൊതുവെ ഇപ്പൊ ജൈവ കൃഷി മാത്രം പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ കംപ്ലീറ്റ്ലി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുമ്പോഴാണ് ഇതിനകത്ത് ഇത് വരുന്നത്. പിന്നെ എല്ലാത്തിനകത്തും പോസിറ്റീവ് സൈഡുണ്ട്, എല്ലാത്തിനകത്തും നെഗറ്റീവ് സൈഡുണ്ട്. മനുഷ്യന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാൽ ഇപ്പം മോഡേൺ മെഡിസിൻ അതിൻ്റെതായ പോസിറ്റീവ് സൈഡുണ്ട്, അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. മറ്റവർക്ക് വേറെ ഉള്ളവർക്ക് ആയുർവേദത്തിന് പോസിറ്റീവ് സൈഡുണ്ട്, അതിന് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറയുന്നവരെ അതിനെ കാണാൻ സാധിച്ചാൽ മതി. അപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവളത്തിനെ നമുക്കൊരു ഒരു പിസ്സ ബർഗർ പോലെയൊക്കെ കണ്ടാൽ മതിയായിരുന്നു. പപ്സ് കഴിച്ചെന്ന് വെച്ചാൽ മരിച്ചു പോകുന്നത്. പക്ഷെ 4 നേരം ഇത് കഴിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ പോയിസൺ അങ്ങനെയല്ല.
പോയിസൺ ഈസ് പോയിസൺ, എല്ലാവരും കിട്ടും, അവസാനം നമ്മളെ കിട്ടും. നമുക്ക് ആയുസിന് നീളം ഉള്ളതുകൊണ്ട് നമ്മൾ നീളം കൂടുതൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവരും കൊല്ലുക എന്നുള്ളതാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നതിനാണ് കൊല്ലാൻ വേണ്ടിയാണ്, സംഹാരം താണ്ട പാടുകാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. എല്ലാവരും കൊല്ലും, ആദ്യം ചെറു ജീവികളായിരിക്കും കൊല്ലുന്നത്, അതൊരു ഗ്രാജുവലായിട്ട് നമ്മളെല്ലാവരും കൊല്ലും. ഇന്ന് നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിൽ ഡിസീസിൻ്റെ ഒക്കെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആലോചിച്ചു കേരളത്തിൽ കിഡ്നി പേഷ്യൻസ് വളരെ കൂടുതലാണ്. കിഡ്നിയും ലിവറിനെയാണ് ആദ്യം ബാധിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പോയിസൺ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഇത് പ്രോസസ്സ് ചെയ്യുന്നത് കിഡ്നി ലിവറാണ്, അവരായിട്ടാണ് ആദ്യം കിട്ടുന്നത്. അവർ ബാക്കിയുള്ള ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരാണ് ഫിൽട്ടർ ചെയ്യുന്നത്, അവർ പ്രോസസ്സ് ചെയ്ത് മറ്റ് ഓർഗൻസിനെ നമ്മുടെ ലൈഫ് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതെല്ലാം നമ്മുടെ ഇന്ന് ഫുഡിനകത്ത് നിന്ന് അമിതമായിട്ട് കയറാൻ തുടങ്ങി. കാരണം ഒരു 1 ml അല്ലെങ്കിൽ 2 ml അടിക്കാനാണ് കമ്പനി പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഇപ്പം പോയിസൺ സ്പ്രേ ചെയ്യുമ്പോൾ 2 ml ഉപയോഗിക്കാനാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിലും, ഒരു കടയിൽ വന്നൊരു കൃഷിക്കാരൻ പലപ്പോഴും എന്ന് ചോദിക്കുമ്പോൾ കടക്കാരൻ അത് 4 ml അടിച്ചോ 5 ml അടിച്ചോളാൻ പറയും. കാരണം രോഗം പോകണം എന്നുള്ള ഒരു സൈഡ്, പിന്നെ പ്രൊഡക്റ്റ് കൂടുതൽ ചിലവാകും. 2 കാരണങ്ങൾ. ഇത് അടിക്കുമ്പോൾ കൃഷിക്കാരൻ എന്താണെന്ന് വെച്ചാൽ 10 ml അടിക്കും, കാരണം രോഗം പോകുക എന്നുള്ളത് പെട്ടെന്ന്, അല്ലെങ്കിൽ കൃഷി പോകും. ഈ വരുന്ന സാധനം മുഴുവൻ മണ്ണിലേക്ക് വന്ന് വീഴുന്നത്, ഇങ്ങോട്ടാണ് വന്ന് വീഴുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഭൂമി ദേവി എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂമി എന്ന് പറയുന്നത് കൂടുതൽ ക്രിയേഷന് വേണ്ടി, കൂടുതൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. നമ്മുടെ ഒരു അമ്മയുടെ സാധനമാണ് ഭൂമി ദേവി എന്നൊക്കെ പറയുന്നത്. അമ്മയുടെ സാധനം ഭൂമിക്ക് കൊടുത്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ഭൂമി പൂജ അല്ല ഭൂമിയെ തൊട്ട് വണങ്ങുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണല്ല. നമ്മളൊക്കെ ഈ ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് എന്തുമാത്രം പ്രാധാന്യമാണ് സോയിലിന്, മണ്ണിനുള്ളതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതാണ് നമ്മൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ബോഡി നമ്മുടെ മണ്ണ് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയുന്നതിന്റെ റീസൺ എന്താണ്? ഈ മണ്ണിൽ നിന്ന് വളരുന്ന ചെടി മണ്ണിൽ നിന്ന് മൂലകങ്ങൾ വലിച്ചെടുത്ത്, പോഷകങ്ങൾ വലിച്ചെടുത്ത് കായകളോട് ഉത്പാദിപ്പിച്ച് കായായിട്ട് നമുക്ക് തരും. ഇൻഎഫക്റ്റീവ് സാധനം മുഴുവൻ മണ്ണിൽ നിന്ന് ബിൽഡ് ചെയ്തതാണ്. അപ്പം നമ്മുടെ ശരീരം മണ്ണിൽ നിന്ന് ബിൽഡ് ചെയ്തതാണെങ്കിൽ, നമ്മളിന്ന് കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളോ പഴങ്ങളോ ഏത് മണ്ണിൽ നിന്ന് വളർന്നിട്ടുള്ളതാണോ അതാണ് നമ്മുടെ ബോഡി. നമ്മൾ ഏത് മണ്ണിൽ നിന്നാണോ നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴങ്ങളോ പച്ചക്കറികളോ ഒക്കെ ഏത് മണ്ണിൽ നിന്നാണോ വളർന്നിരിക്കുന്നത് അതാണ് നമ്മുടെ ബോഡി. ആ ചെടി വളർന്നത്, അല്ലെ നമ്മൾ കഴിച്ച കായ ഉള്ള ആ ചെടി വളർന്നത് ടോക്സിക് ആയിട്ടുള്ള മണ്ണിലാണെങ്കിൽ നമ്മുടെ ബോഡി ടോക്സിക് ആണ്, സിമ്പിളാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഓൾമോസ്റ്റ് 95% വെജിറ്റബിൾസ് ഹൈലി പോയിസണസ് ആണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവർ റിപ്പീറ്റഡ് ആയിട്ട് പോയിസൺ യൂസേജ്, കെമിക്കൽ യൂസേജ് അശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുമ്പോൾ സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് പോയി. ഈ പറഞ്ഞ നമ്മുടെ ഈ ബാലൻസ് മുഴുവൻ തെറ്റിയപ്പോഴത്തേനും സ്വാഭാവികമായിട്ട് രോഗം വരും. രോഗം വരുന്നതിന് വീണ്ടും വിഷമടിക്കും. ഈ ഒരു ഡൗൺവേർഡ് സ്പൈറലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ, ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ വരുമ്പോൾ കർഷകരും ലോസ് ആവും. കാരണം ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ നോക്കുവാണെങ്കിൽ എന്താണ് വേണ്ടത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫാമിംഗ് എന്ന് പറയുന്ന പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂർക്കാണ് പോകുന്നത്, പക്ഷെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ കാണുന്ന ബോർഡ് നമ്മൾ കൊല്ലം 112 കിലോമീറ്റർ എന്നും തിരുവനന്തപുരം 216 കിലോമീറ്റർ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നതാണ് അർത്ഥം. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇന്ന് രോഗങ്ങൾ, ഡിസീസുകൾ കൂടുവാണോ കുറയുവാണോ? കൃഷിയിൽ ഏത് കൃഷിയിലും രോഗങ്ങൾ കൂടുവാണ്. പോയിസൺ യൂസേജ് കൂടുവാണോ കുറയുവാണോ? കൂടുവാണ്. പ്രൊഡക്ഷൻ, ഉൽപാദനം കൂടുവാണോ കുറയുവാണ്. അതിൻ്റെ ക്വാളിറ്റി കുറയുവാണ്. അപ്പോൾ എന്താണോ വേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ്. ഇതാണ് ഇന്ന് കൃഷി നേരിടുന്ന പ്രശ്നം. ഇന്ന് നമ്മളുടെ ആൾക്കാർ സാധനങ്ങൾക്ക് വിലയില്ലാന്നൊക്കെ പറഞ്ഞ് കൃഷിക്കാരെ സമരം ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ ഒരു 1 ഓഫ് ദ റീസൺ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമുക്ക് വേണ്ടത് പോയിസൺ യൂസേജ് കുറയുവാണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രോഗങ്ങൾ കുറയുവാണ് വേണ്ടത്, അതിന് കൂടുകയാണ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പം വളരെ, പ്രൊഡക്ഷൻ കുറയുവാണ്, പ്രൊഡക്ഷൻ നമുക്ക് കൂടുകയാണ് വേണ്ടത്, അത് കുറയുവാണ്. അതിൻ്റെ ക്വാളിറ്റി കൂടുകയാണ് വേണ്ടത്, കുറയുവാണ്. എല്ലാം ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കായയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഒരു വെള്ളരിക്ക സാധാരണ രീതിയിൽ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെള്ളരിക്ക എത്ര ദിവസം കേടുകൂടാതിരിക്കും? നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചാൽ എത്ര ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങളിരിക്കും. ഈ വെള്ളരിക്ക എന്ന് പറയുന്നത് 6 മാസം മുതൽ 1 വർഷം വരെ കേടുകൂടാതിരിക്കുന്ന ഒരു കായ. വീട്ടിലൊക്കെ കെട്ടുമ്പോൾ നമ്മുടെ വീടിന് മുമ്പിലൊക്കെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലേക്ക് വീടിന് മുമ്പിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സാധനം. നമ്മൾ ഈ ഓലയിൽ കെട്ടിയിട്ട്, ഓലയിൽ കെട്ടിയിട്ട് തൂക്കിയിടും. 6 മാസം 1 വർഷം മറ്റും നിൽക്കുന്ന ഒരു കാര്യം പിന്നെ വെള്ളരിക്ക നിൽക്കും. നമ്മുടെ ഓല വാട്ടിയ ഓലയിൽ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ 6 മാസങ്ങളൊക്കെ വീട്ടിലൊക്കെ നേരത്തെ തൂക്കിയിട്ടുണ്ട്. 6 മാസം മുതൽ 1 വർഷം വരെ നിൽക്കും. ഇതൊന്നും 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് ഫ്രിഡ്ജ് വെച്ചാൽ പോലും കേടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതാണ് ക്വാളിറ്റി എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു പഴം കഴിച്ചാൽ പഴയ ടേസ്റ്റ് ഒരിക്കലും ഉണ്ടാകുന്നില്ല. നമുക്ക് എല്ലാവർക്കും തോന്നാറോ നമ്മുടെ ചെറുപ്പത്തിൽ കഴിച്ചാൽ ടേസ്റ്റ് എന്നൊക്കെ വരാതെ. ഇത് മുഴുവനും ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഡെക്കറേഷൻ വർക്ക് മുഴുവൻ ചെയ്യേണ്ടത്, കായയുടെ ഡെക്കറേഷൻ വർക്ക് മുഴുവൻ ചെയ്യേണ്ടത് മൈന്യൂട്ട് ആയിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളാണ്, അല്ല ട്രേസ് എലമെന്റ്സ് ആണ്. NPK എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ.
ബാക്കി ഇതിൻ്റെ കളറ്, ഭംഗി, ഷേപ്പ്, ഷെൽഫ് ലൈഫ്, ടേസ്റ്റ്, തൂക്കം, ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന ചില മൈന്യൂട്ട് ഫോമുകളുടെ സൂക്ഷ്മ മൂലമല്ല. ഇത് മുഴുവൻ മണ്ണിൽ റിപ്പീറ്റഡ് ആയിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് മണ്ണിൽ മിസ്സിംഗ് ആണ്. ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വളങ്ങളിലോ സാധനങ്ങളോ ഇത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ജസ്റ്റ് കായ ഉണ്ടാവും, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാമിംഗ് ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് പഞ്ചാബിന് ഒരു വേറെ പ്രത്യേകതയുണ്ട്. പഞ്ചാബിലാണ് ഈ ഓർഗനൈസേഷൻ തുടങ്ങിയത്. പഞ്ചാബിന് വേറെ പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ അങ്ങേയറ്റം ഇന്ത്യയുടെ മറ്റേ സൈഡാണ്. പല സ്വഭാവങ്ങളിലും ഓപ്പോസിറ്റാണ്. ഒത്തിരി കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാവുന്നൊരു സ്റ്റേറ്റാണ്. അവർക്ക് നമുക്ക് സിമിലാരിറ്റി ഉള്ളത് കേരളത്തിന് ഏറ്റവും കൂടുതൽ NRI പോപ്പുലേഷൻ ഉള്ളത് തന്നെ പഞ്ചാബിന് ഏറ്റവും കൂടുതൽ NRI പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റാണ്. പക്ഷെ അവരാരും ഗൾഫിലേക്കല്ല പോകുന്നത്. അവർ കൂടുതൽ ഓസ്ട്രേലിയ, കാനഡ, അവിടുത്തെ സാധനങ്ങൾ ബിസിനസ്സുകാരാണ്. കേരളത്തിനെ പോലെ എംപ്ലോയി കൾച്ചറിൽ ഉള്ള സ്റ്റേറ്റ് അല്ല. നേരെ തിരിച്ചാണ്. അതായത് പറഞ്ഞു അവരെല്ലാം ബിസിനസ്സുകാരാണ്, എംപ്ലോയീസ് ഉള്ളവർക്കൊന്നാണ്. നമ്മുടെ ഇവിടെ കൂടുതൽ ഗൾഫിൽ പോയി ജോലിക്ക് പോകുന്നവരാണ്. അവിടെ ബിസിനസ് കാനഡയിലും ഓസ്ട്രേലിയയിലും ഇവിടെയൊക്കെ പോയി ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ പഞ്ചാബ് ഒത്തിരി കൃഷി ഭയങ്കരമായിട്ട് നടന്നിട്ടുള്ള സ്റ്റേറ്റാണ്. പഞ്ചാബിൽ ഈ പറഞ്ഞ രാസവളത്തിൻ്റെയും പോയിസണിൻ്റെ ഒക്കെ അമിത ഉപയോഗം വന്ന സമയത്ത് അശാസ്ത്രീയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് കൃഷിക്കാർക്ക് ക്യാൻസർ രോഗികൾ ധാരാളം ഉണ്ടാവുകയും ക്യാൻസർ രോഗികൾക്ക് പോകാൻ വേണ്ടി മാത്രം അവിടെ ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ വിളിക്കുന്ന പേര് തന്നെ ക്യാൻസർ ട്രെയിനാണ്. ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൽ ഓൾമോസ്റ്റ് 90% ആൾക്കാർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ട്രെയിനിൽ പോകുന്നത്. അങ്ങനെയൊക്കെ ഒരു ഇത് കണ്ടിട്ടുള്ളൊരു സ്റ്റേറ്റാണ് പഞ്ചാബ്. അപ്പോൾ പഞ്ചാബിലെ ഇതൊക്കെ കണ്ട് എന്തെങ്കിലും കൃഷിക്കാർക്കൂടെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്ത, എന്നൊരു കർഷകരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നൊരു ആശയമാണ് ഗ്രീൻ പ്ലാന്റ്. കൃഷിക്ക് വേണ്ടി മാത്രമല്ല, ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഗ്രീൻ പ്ലാന്റ് തരുന്നത്. ഒന്ന്, കൃഷി ഇന്ന് അവിടെയൊക്കെ എന്ന് വെച്ചാൽ അതുപോലെ ഈ മണ്ണിന്റെ ഫെർട്ടിലിറ്റി പോയി കൃഷിക്കാരെ അശാസ്ത്രീയമായിട്ട് വാരി ഉപയോഗിച്ചതിന്റെ ഭയങ്കര നെഗറ്റീവ് റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് പഞ്ചാബ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അടുത്ത കാലത്ത് പഞ്ചാബിലൊക്കെ മറ്റേ വെള്ള പുക വരുന്നു, ഡൽഹിയിലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. ഓവറായിട്ട് മണ്ണിൽ ഓരോ ടൺ കണക്കിന് കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഗ്രീൻ പ്ലാന്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടായത്. ഗ്രീൻ പ്ലാന്റ് പറയുന്നത് പ്രോഫിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഫാമിംഗ് ആണ് ഏറ്റവും പ്രധാനമായിട്ട്. പ്രോഫിറ്റബിൾ ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം, നിലനിൽക്കുന്ന കൃഷി രീതികൾ പ്രാക്ടീസ് ചെയ്യുക. ഇനിയുള്ള കാലത്ത് ഫാമിംഗ് എന്ന് പറയുന്നത് മിനിമം നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു അടുക്കളത്തോട്ടമെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത ഫാമിംഗ് ഒഴിച്ച് മാറി നിന്നുകൊണ്ടൊരു ഹാപ്പി ലൈഫ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. നേച്ചറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ഒരിക്കലും ഒരു ഹാപ്പി ലൈഫ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ പല ആൾക്കാരും വിചാരിച്ചിരുന്നത് കുറച്ച് പൈസ ഉണ്ടായാൽ മതി, പൈസ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ പറ്റാത്തതൊന്നുമില്ല എന്നൊരു ധാരണ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ഇത്രയും ഗൾഫ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ആൾക്കാർ ഫാമിങ്ങിൽ നിന്ന് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രോഫിറ്റബിലിറ്റി ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ പോലും അവനവൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്നുണ്ട്, എത്ര പൈസ കൊടുക്കുന്നുണ്ട്, എത്ര ടൈം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അവനോട് കഴിക്കാനുള്ള ഫുഡെങ്കിലും സ്വയമായിട്ട് ഉണ്ടാക്കാൻ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ഇപ്പം നമുക്ക് കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമുക്ക് കാശ് കൊടുത്താൽ എല്ലാ സാധനം വാങ്ങാൻ പറ്റിയെന്ന് ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എത്രയോ സാധനങ്ങൾ കാശ് കൊടുത്താൽ വാങ്ങാൻ പറ്റിയെന്ന് ആൾക്കാർ ഏറ്റവും നല്ലൊരു റിയലൈസേഷൻ്റെ സമയമാണ്. പോസിറ്റീവായിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ലേൺ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒഴിവാക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടൈമാണ്. അപ്പോൾ പ്രോഫിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യുകയും തൊഴിലവസരങ്ങൾ റൂറൽ ഏരിയയിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുവാണ് ഗ്രീൻ പ്ലാന്റ് ചെയ്തത്. സാധാരണ ആൾക്കാർക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് അഗ്രികൾച്ചർ സെഗ്മെന്റാണ്. ഇനിയും പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ഇനിയും ആൾക്കാർ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അത് ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കാൻ പറ്റുന്നത് ഫാമിംഗ് സെഗ്മെന്റിലാണ്. ഇവിടെ നമ്മളെ മറ്റുള്ള പല രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ഉള്ള, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ജോലി, ഇപ്പോൾ സ്വിറ്റ്സർലൻഡോ അതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും റെസ്പെക്ട് കിട്ടുന്ന ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരാണ്. അതിൽ കാട്ടുന്ന പട്ടാളക്കാരനാണ് അവിടുത്തെ ഏറ്റവും റെസ്പെക്ട് കിട്ടുന്നത്. രണ്ടാമത് ഫാം നടത്തുന്നവർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട്. അവിടെ ഇവർ രണ്ടുപേര് കഴിഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്ക് റിസർവേഷൻ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് മറ്റുള്ള പൗരന്മാരെല്ലാം എടുക്കും. കാരണം ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. നമ്മുടെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ ആൾക്കാരായിരിക്കും ഇവിടെ ഫാമേഴ്സ് എന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മുടെ ഇവിടെ രാജ്യത്ത് ഒരുപക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, മറ്റുള്ള ഇൻഡസ്ട്രികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ലേഡീസ് വരെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ കാർ ഓടിച്ചുകൊണ്ട്, ഇതെല്ലാം നമ്മൾ കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ 10-20 വർഷമായിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മളിവിടെ ഒരുപക്ഷെ മഹീന്ദ്ര, അംബാസഡറും, ഫിയറ്റ് പോലത്തെ വണ്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ അതുപോലത്തെ ചേതക്കും അതുപോലത്തെ വണ്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ എത്ര ലേഡീസ് വണ്ടി ഉപയോഗിക്കുക? ഇന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് 1% ആൾക്കാർ പോലും ഒരു ബൈക്കോ 2 വീലറോ കാറോ ഉപയോഗിക്കില്ല. ഇന്നൊരു വണ്ടി വർഷം ഒരു 50,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ ലേഡിയോട് ചോദിക്കും ഇതിൻ്റെ എഞ്ചിൻ ഇവിടെ ഇരിക്കുന്നു വെച്ചാൽ അതൊന്നും എനിക്കറിയാൻ പറ്റാം.
അവിടെ പെട്രോൾ ഒഴിക്കണം, ഞാനിവിടെ തിരിക്കും. ഇത് അത്ര അറിഞ്ഞാൽ മതി. അപ്പം അത്ര സിമ്പിളായെന്നർത്ഥം. അതുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെ അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും മറ്റു പല ഇൻഡസ്ട്രികളിലും എന്തെല്ലാം ചേഞ്ചസ്, എന്തെല്ലാം അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അഗ്രികൾച്ചറിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് 50 വർഷം പുറകിലാണ് നമ്മുടെ രാജ്യം. ഓസ്ട്രേലിയയോ UK ഈവൻ ചൈന പോലും വേൾഡ് ടോപ്പ് 5 ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് ആ കൂടിയുള്ള പോപ്പുലേഷൻ 3.5 കോടിയാണ്. കേരളത്തിൻ്റെ പോപ്പുലേഷൻ നമ്മൾ പല രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പം ഇവിടെ ഒരുപക്ഷെ ചിലപ്പോൾ ഇവിടെ പല ആൾക്കാരും കേരളത്തിനെ വേറെ രാജ്യമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം ഇവിടെ പലപ്പോഴും പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് കേരളവും ഡെൻമാർക്കും ഇങ്ങനെയൊക്കെയുള്ള കമ്പാരിസൺ. രാജ്യം വേറെ നമ്മൾ വേറെ രാജ്യം എന്ന് പറയുന്ന പോലെ ഒരുപക്ഷെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ ഇത്രേ ഉള്ളൂ, അല്ലെ ഇസ്രായേലിൻ്റെ പോപ്പുലേഷൻ കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഉള്ളൂ. അപ്പോൾ ഇസ്രായേൽ അത്രയും ചെറിയൊരു രാജ്യം ഇന്ന് ലോകത്തിന് മുഴുവൻ വേണമെങ്കിൽ ഒരു ഫുഡ് കൊടുക്കാമെന്ന് പറയുന്ന ലെവലിലേക്ക് പ്രൊഡക്ഷൻ കൂടാനുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് കൃഷിക്കാർ ലാഭത്തിലാവുന്നത്, രാജ്യം പ്രോഫിറ്റബിൾ ആവുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ വളരെ ഒരു 50 വർഷം പഴയ കാളവണ്ടി ജീവിതത്തിലാണ് കൃഷി എന്ന് പറഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞ് പോകുന്നത്. അതുകൊണ്ടോട് കൂടിയാണ് ഒരു പരിധി ആൾക്കാർ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആണ്. സാധാരണ ഒരാൾ ഇന്നത്തെ ജനറേഷൻ ഒരാൾ വന്നു കഴിയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അതിനകത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഗ്രീൻ പ്ലാന്റ് ചെയ്തത് വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനും വളരെ പെട്ടെന്ന് ഒരു കട്ട് ആൻഡ് പേസ്റ്റ് സൊല്യൂഷൻ. ആൾക്കാർക്ക് അറിയാം രാസവളവും വിഷമൊക്കെ നല്ലതെന്ന് അറിയാമെങ്കിലും കട്ട് ആൻഡ് പേസ്റ്റ് സൊല്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക് പോകുന്നത്. മറ്റത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കട്ട് ആൻഡ് പേസ്റ്റ് സൊല്യൂഷൻ, ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് ഉപയോഗിച്ചാൽ മതി, ഇതുപോലെ സാധനം ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഗ്രീൻ പ്ലാനറ്റ് ചെയ്തൊരു കംപ്ലീറ്റ് സ്പെക്ട്രം ഏത് ഫാമാണെങ്കിലും നിലവിലെ അവസ്ഥയിൽ നിന്ന് ഇന്ന് നിൽക്കുന്ന ഏത് ഫാമും നിലവിലെ അവസ്ഥയിൽ നിന്ന് 40% പ്രോഫിറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഗ്രീൻ പ്ലാന്റ് ടെക്നോളജിക്ക് സാധിക്കും. അതുകൂടാതെ ഫാം മാത്രമല്ല, ഒരാൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി വരുന്ന കംപ്ലീറ്റ് സ്പെക്ട്രം പ്രൊഡക്റ്റ്. ഒരു ഫാം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ ലോസ് ആയിരിക്കും, പക്ഷെ ഫാം പ്രോഫിറ്റബിൾ ആണ്. ഫാം എന്ന് പറയുന്നത് അഗ്രികൾച്ചറും ഫാമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫാം എന്ന് പറയുന്നത് പക്ഷിമൃഗാദികൾ, പശു, ആട്, കോഴി ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഫാം എന്ന് പറയുന്നത്. ഫാം പ്രോഫിറ്റബിൾ ആവും. ഫാമിങ് പ്രോഫിറ്റബിൾ ആണ്. അത് രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഫാമിംഗ് പ്രോഫിറ്റബിൾ ആവുന്ന ഗ്രീൻ പ്ലാന്റ് ടെക്നോളജി എന്താണ് പറയുന്നത് വെച്ചാൽ, ഒന്ന് ലേബർ ചാർജ്. ഇന്ന് ഏത് കൃഷിയിലും 50 to 60% ലേബർ ചാർജ്. ഇത് കുറയാതെ നമ്മൾ ആലോചിച്ചു, ഒരു പ്രൊഡക്റ്റിൻ്റെ ആ 1 ലക്ഷം രൂപ വരുന്ന ഒരു പ്രൊഡക്റ്റിന് പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 50 മുതൽ 60% വരെ ലേബർ ചാർജ് ആണെങ്കിൽ എങ്ങനെ ലാഭം, എങ്ങനെ സാധനം വർക്ക് ചെയ്യും? ഒരിക്കലും വർക്ക് ചെയ്തില്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ 60% മറ്റുമാണ് ഇന്ന് ലേബർ ചാർജ്. ഇന്ന് കൃഷിയിലെ ടോട്ടൽ ചെലവിൻ്റെ 60% ലേബർ ചാർജ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ് നമ്മുടെ ഈ ടെക്നോളജി കൊണ്ട് നേരെ 10% താക്കാൻ പറ്റും. അങ്ങനെയാണ് പ്രോഫിറ്റ് വരുന്നത്. ഈ 40% നിലവിലെ ഏത് കൃഷിയിലും, എന്ത് കൃഷിയാണെങ്കിലും അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കൃഷിയാണെങ്കിലും അതിനെ ആ അവസ്ഥയിൽ ഒരു 40% പ്രോഫിറ്റബിൾ ആക്കാൻ ഈ ടെക്നോളജി കൊണ്ട് സാധിക്കും. ഒന്ന് ലേബർ ചാർജ് കുറയും, 2 പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, 3 അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ഈ 3 തരത്തിൽ ഇന്ന് നിലവിലെ ഏത് ഫാമാണെങ്കിലും അതിനെ ഒരു 40% പ്രോഫിറ്റിലേക്ക് കയറ്റാം. ഒരു അടുക്കളത്തോട്ടം മാനേജ് ചെയ്യുന്നവൻ മുതൽ 50, 100, 1000, 2000, 10,000 ഏക്കർ വരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി ഇവിടെയുണ്ട്. അതാണ് അഗ്രികൾച്ചർ സെഗ്മെന്റ്. പിന്നെ ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വന്നൊരു കമ്പനിയല്ല. ധാരാളം കമ്പനികൾ ഓർഗാനിക്കിനകത്തേക്ക് ധാരാളം കമ്പനികൾ വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? എപ്പോഴും ആ കാലഘട്ടത്തിൽ പറ്റുന്ന ബിസിനസ്സിലേക്ക് ആൾക്കാർ വരും, സ്വാഭാവികം. പക്ഷെ ഗ്രീൻ പ്ലാനറ്റിനെ സംബന്ധിച്ച് 18 വർഷം മുമ്പ് ഒരു ബോട്ടിൽ പോലും ഓർഗാനിക് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങാത്ത കാലത്ത്, അതായത് ഇന്ന് നമ്മൾ ഈ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം. നിങ്ങൾ ആരെങ്കിലും ഫാമിങ് എന്തെങ്കിലും ചെയ്യുന്നവരാണോ? ഒരു പരിചയമുണ്ടോ? 50 കിലോയുടെ ഒരു രാസവളത്തിന് ഇപ്പോൾ ഒരു 1500 രൂപ വരെ വരും. ഇതൊരു 5-8 വർഷം മുമ്പ് വരെ 350 രൂപ ഉണ്ടായിരുന്നു. അപ്പം 18 വർഷം മുമ്പ് 50 കിലോ ചാക്കിന് എത്ര രൂപയായിരിക്കും വില? ഒരു കൂടി 250 രൂപ. 50 കിലോ ചാക്കിന് 250 രൂപ ഉള്ളപ്പം ഇതുപോലെ ഒരു ബോട്ടിലെടുത്ത് കാണിച്ചിട്ട്, ഒരു 1 ലിറ്റർ ബോട്ടിലെടുത്ത് കാണിച്ചിട്ട് ഇതിന് 500 രൂപ എന്ന് പറയുകയാണെങ്കിൽ ഒരു കൃഷിക്കാരനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് എന്തായിരിക്കും ആലോചിച്ചത്? അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ കൊണ്ട് 50 കിലോയുടെ രാസവളത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. 50 കിലോയുടെ രാസവളം മേടിച്ച് ഒരു വണ്ടിയെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് പണിക്കാരനെ ഒരു ചെടിയുടെ ചുവട്ടിൽ എത്തിക്കണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും ആലോചിക്കുക, എന്ത് ബുദ്ധിമുട്ട് വരും എന്നാലോചിക്കുക, മണ്ണിന് എന്തായാലും പരിപ്പ് പറ്റുമെന്ന് ആലോചിക്കുക. ആ സ്ഥാനത്ത് അവർ 50 കിലോയുടെ ചാക്കിന് പകരം ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചാൽ മതി. 50 കിലോയ്ക്ക് 1500 രൂപ, അല്ല 350 രൂപ. അന്നത്തെ കാലത്ത് 250 രൂപ എന്ന് വിചാരിക്കും. 250 രൂപയും വണ്ടിക്കൂലിയും ലേബർ ചാർജും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചാൽ അതിനേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റ്, ഈസിയാണ്, ഓർഗാനിക്കാണ്, സർട്ടിഫൈഡ് ആണ്. എന്നാൽ പോലും ആൾക്കാരെ ബോധ്യപ്പെടുത്താനായിട്ട് അന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം എളുപ്പമാണ്. ഇന്നിപ്പോൾ ആൾക്കാർ 1000-1500 രൂപയാണ് രാസവളത്തിൻ്റെ വില ഒരു ചാക്ക്.
ഇതിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് എത്ര വളർന്നു. അതേസമയത്ത് അന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം, ആ 18 വർഷം മുമ്പ് ഒരു ബോട്ടിൽ പോലും വിൽക്കാത്ത സമയത്ത് പോലും അവർ പോളിസി ഡൈല്യൂട്ട് ചെയ്യാതെ അതിനകത്ത് നിന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനമായിട്ട്. കാരണം പ്രോഫിറ്റ് മാത്രം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നോക്കിയാണ് ഒരിക്കലും 18 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ബിസിനസ് അവർ തുടങ്ങുന്നത്. അപ്പോൾ ഇവർ ഓസ്ട്രേലിയയിലും കാനഡയിലും പോലത്തെ രാജ്യങ്ങളൊക്കെ പോവുകയും കാണുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെയൊക്കെ ടെക്നോളജികൾ ഒത്തിരി ഉണ്ടെന്നും അത് ഓർഗാനിക് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഓസ്ട്രേലിയയൊക്കെ വളരെ മുമ്പിലാണ്, ഓസ്ട്രേലിയ UK വളരെ മുമ്പിലാണ്. അപ്പോൾ അവിടുത്തെ ഉള്ള സയന്റിസ്റ്റുകളാണ് ഗ്രീൻ പ്ലാന്റ് ഹയർ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഓസ്ട്രേലിയയിലും UK-ലും ചൈനയിലും സയന്റിസ്റ്റുകളാണ് ഗ്രീൻ പ്ലാന്റ് സയന്റിസ്റ്റുകൾ. അവരെ കൊണ്ട് 18 വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ബോട്ടിൽ പോലും വിൽക്കാതെ വർഷങ്ങൾ നോക്കി നിന്നിട്ടും അതിനകത്ത് പോളിസി ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. ഗ്രീൻ പ്ലാനറ്റിന് ഇല്ലാത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെഗ്മെന്റിൽ ഗ്രീൻ പ്ലാനറ്റിന് ഇല്ലാത്തത് വീഡിസൈഡ് മാത്രമേ ഉള്ളൂ, കളനാശിനി മാത്രമേ ഇല്ലാത്തതുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ മണ്ണ് നശിപ്പിക്കാത്ത ഒരു കളനാശിനി ഇനിയും ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ലാത്തതുള്ളൂ. ഏതെങ്കിലും തരത്തിൽ അവർ ഉണ്ടാക്കുന്ന മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പ്രകൃതി ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അവർ ഉണ്ടാക്കുകയില്ല വിൽക്കുകയില്ല എന്നുള്ളത് പോളിസി ഡിസിഷനാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഞാൻ തന്നെ അവരുടെ ഒരു കമ്പനിയുടെ MD വന്നൊരു മീറ്റിംഗിൽ പോയപ്പോൾ അവരോട് ഒരാൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കാശുണ്ടാക്കാനാണ് ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പം കളനാശിനി ഉണ്ടാക്കി ഫംഗിസൈഡ്. ഈ രണ്ട് സാധനമാണ് ഒരു കടയിൽ വിൽക്കുന്നതിൻ്റെ ഒരു 60%, ഒരു വളക്കടയിലൊക്കെ വിൽക്കുന്നതിൻ്റെ ഒരു 60% കളനാശിനിയും ഫംഗിസൈഡുമാണ്. ഈ രണ്ട് പ്രോഡക്റ്റ് ഇറക്കിയിട്ട് പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്ത ഡീലർമാരെ വെച്ച് ഞങ്ങളുടെ കാര്യം നടക്കും, പക്ഷെ നിങ്ങളുടെ കാര്യം നടക്കില്ല. അതുകൊണ്ട് നമുക്കറിയാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ടേൺ ഓവർ ഉണ്ടാക്കാനും ബെറ്റർ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഞങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട്, എക്സെപ്റ്റ് കളനാശിനി ബാക്കിയെല്ലാം കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട്. 18 വർഷം മുമ്പ് അതിനകത്ത് അടിയുറച്ച് നിന്നതുകൊണ്ടാണ് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് പല ആൾക്കാരും പോയി തട്ടിപ്പൊട്ടി പ്രൊഡക്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വേറെ ആൾക്കാരുടെ പ്രൊഡക്റ്റ് മേടിച്ച് ബ്രാൻഡ് ചെയ്തും ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ഇനി ഒത്തിരി പേര് വരികയും ചെയ്യും, ബയോടെക്നോളജിയിലേക്ക് ധാരാളം കമ്പനികൾ വരും. പക്ഷെ ഇവർക്കൊന്നും ഈ ബേസോ ഈ ബാക്ക്ഗ്രൗണ്ടോ ഈ പാഷനൊന്നും ഉണ്ടാകില്ല. പൈസകളും ഉണ്ടാകും, പൈസ ഉണ്ടാക്കാം എന്നുള്ള ലെവലിൽ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് വരുന്ന കമ്പനികൾ ധാരാളമുണ്ട്. പക്ഷെ ഇവർ വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. സീറോ ലയബിലിറ്റി കമ്പനിയാണ്. ഒരു രൂപ പോലും ഒരു ലോൺ എടുത്ത് ഓപ്പറേറ്റ് ചെയ്തില്ല, ഒരു രൂപ പോലും അതിൽ ലോൺ എടുത്ത് ചെയ്യാൻ ഒരു പറയുക. അങ്ങനെയുള്ള ബേസിക്സ് വളരെ സ്ട്രോങ് ആണ്. സാധാരണ എല്ലാവരും തിരിച്ചാണല്ലോ പറയുന്നത്. കാരണം ഉള്ള കമ്പനി ആ കമ്പനിയുടെ ഡീലർമാർ തന്നെ കുറേ വലിയ ഷോറൂം എടുത്ത് വലിയ ബഹളമൊക്കെ വെച്ച് ചെയ്യുന്നതാണ് അവർക്ക് നല്ലത്. അങ്ങനെയാണല്ലോ സാധാരണ കമ്പനികൾ കയറുന്നത്. നമ്മൾ ഈ കമ്പനി നേരെ തിരിച്ചാവും. വളരെ നിങ്ങൾ ഏറ്റവും ലോവർ പ്രൊഫൈലായിട്ട് ചെയ്യുക. നിങ്ങൾ കൃഷിക്കാരോട് വർക്ക് ചെയ്യുക. കൃഷിക്കാർ നമ്മുടെ ബ്രാൻഡ് അംബാസഡർ എടുത്തുന്ന കൃഷിക്കാരാണ്, അവരാണ് പറയേണ്ടത്, അവരെ കൊണ്ട് പറയിപ്പിക്കുക. അതാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ്. വേറെ പുറത്തൊന്നും അല്ലാതെ ഒരു അഡ്വർടൈസ്മെന്റോ വേറെ പുഷോ ഒന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഒരു ടാർഗറ്റോ സെയിൽസ് ടാർഗറ്റോ ഒന്നും ഇതിനകത്ത് ആരും തരാനില്ല. നമ്മൾ സ്വയം ടാർഗറ്റ് ഉണ്ടാക്കണമെന്നാണ്, വേറെ ആരും ഇവിടെ ടാർഗറ്റ് വെക്കാനില്ല. ആ പ്രൊഡക്റ്റുകൾ എനിക്കൊന്ന് ഇതിനകത്ത് ഓടിച്ച് കാണിക്കണം, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചെടികൾക്കുള്ള ഡോസേജ് ഒക്കെ നമുക്ക് തരാം. വേറെ നമുക്ക് ഇതിനകത്ത് പ്രസന്റേഷൻ വീഡിയോ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഡീറ്റെയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പ്രോഡക്റ്റ് ട്രെയിനിങ് ഒക്കെ ഇതിന് ശേഷം വന്നതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ പ്രോഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് വരുന്നുണ്ട്. പ്രീമിയം എന്ന് പറയുന്നത് മണ്ണിലെ ബാക്ടീരിയാസ് ആണ്. ഭൂമിയിൽ ഇന്നത്തെ ക്ലൈമറ്റ് കൊണ്ടും കെമിക്കൽ ഉപയോഗിച്ചിട്ടും ക്ലൈമറ്റ് കൊണ്ടും പൊല്യൂഷൻ കൊണ്ടും ഒക്കെ ഒത്തിരി മണ്ണിലെ സൂക്ഷ്മജീവികൾ പോയി കിടക്കുകയാണ്. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇതൊക്കെ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാനുള്ള പ്രോഡക്റ്റാണ്. ഇതുപോലത്തെ സാധനങ്ങൾ ഭൂമി പുറത്തുള്ള ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇന്ന് പലരും ചാണകം ഫാമുകളിൽ നിന്ന് ചാണകം എടുക്കുന്നു. അത് ലോറി ഇപ്പോൾ ഒരു ലോഡ് ചാണകത്തിന് 2500 രൂപ വിലയുള്ളൂ. വണ്ടിക്കൂലി 10,000 രൂപ. ചാണകം കയറ്റാൻ വണ്ടിക്കാരും കൂടുതൽ കാശ് വയ്ക്കും. അതുകൊണ്ട് ഓരോ ചെടിയുടെ ചുവട്ടിലിട്ട് വരുമ്പോൾ ശരിക്കും ഇന്നഫെക്റ്റ് 2,500 രൂപ വില വരുന്ന ചാണകം ചെടിയുടെ ചുവട്ടിൽ ചെല്ലുന്നത് ഈ പ്രോസസ്സ് മൊത്തം കഴിയുമ്പോൾ 20,000 രൂപയുടെ ചിലവാകും. അതേസമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ചെടിക്ക് കഴിക്കാൻ ഏറ്റവും എളുപ്പം പുളിപ്പിച്ചതും നേർപ്പിച്ചതുമായിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് അതിനകത്ത് കോസ്റ്റ് നമ്മൾ കുറയ്ക്കാവുന്നിടത്തെല്ലാം കോസ്റ്റ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ കുറപ്പിക്കാനുള്ള മാർഗം. നോർമൽ ചാണകം ചുമന്നുകൊണ്ട് ഇട്ട് ഒന്ന് പച്ച ചാണകം ഒന്നിനും നല്ലതല്ല. ആ ചാണകപ്പൊടി തന്നെ ചാണകപ്പൊടിക്ക് ന്യൂട്രീഷൻ വൈസ് ചാണകപ്പൊടിയുടെ പല ഈ മൈക്രോബ്സ് എല്ലാം പലപ്പോഴും ചത്തുപോയതിനു ശേഷമാണ് നമുക്ക് കിട്ടുന്നതിന്റെ ഔട്ട്പുട്ടിന്റെ ചെറിയൊരു ശതമാനം നമുക്ക് കിട്ടുന്നുള്ളൂ. അതിന് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതേ സ്ഥാനത്ത് അതിനേക്കാൾ ബെറ്റർ ഔട്ട്പുട്ട് അതിന്റെ 10 ചെലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ഫ്രഷ് ചാണകം ഫ്രഷ് എന്ന് പറഞ്ഞാൽ ചാണകം ഫ്രഷ് ആയിരിക്കണം എന്നുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മൈക്രോബിയൽ ആക്ടിവിറ്റി പൂർണ്ണമായിട്ടും കിട്ടുന്ന ഒരു പശു ചാണകം ഇട്ടതിന് ശേഷം ആദ്യത്തെ 6 മണിക്കൂറാണ്. ആ 6 മണിക്കൂർ എടുത്ത് വളരെ കുറച്ച് മതി എന്നാലും മറ്റൊരു വെച്ച് നോക്കുമ്പോൾ ടൺ കണക്കിന് വേണ്ട. ഒരു ലോറിയെ കൊണ്ടിരുന്നതിനൊക്കെ കൂടുതൽ ഔട്ട്പുട്ട് 2-3 ബാരലൊന്നും ഉണ്ടാക്കാം. അപ്പോൾ കോസ്റ്റ് ഒക്കെ താന്നു. 20,000 രൂപയുടെ സ്ഥാനത്ത് 1000 രൂപയ്ക്ക് നമുക്ക് അതിനേക്കാൾ ബെറ്റർ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പശുവിനെ വളർത്താൻ പറ്റുന്ന ഒരു വളർത്ത്. അല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ അടുത്തുള്ളവർക്ക് ചാണകം വാങ്ങി അവർക്ക് പൈസ കൊടുത്ത ആൾക്കാർ അവർക്ക് തരാൻ തയ്യാറാവും.
നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വിട്ടാലും നമ്മൾ ഈ കോസ്റ്റ് ഇപ്പോൾ 20,000 രൂപ കുറഞ്ഞില്ല. ഒരാളെ വണ്ടിക്ക് വിട്ടാൽ ഒരു കുറച്ച് ഫ്രഷ് ആണെങ്കിൽ മൂത്രം എടുത്തുകൊണ്ട് വന്ന് സ്ലറി അടിച്ചാൽ പോലും കോസ്റ്റ് ഒക്കെ നേരെ താഴും. അതിൻ്റെ കൂടെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും മറ്റേ NPK ഏതെങ്കിലും ഫോമിൽ നമ്മൾ കൊടുക്കണമെന്നെങ്കിൽ കെമിക്കൽ ഫോമിലോ അല്ലെങ്കിൽ ചാണകത്തിലോ വേണ്ടെന്നല്ല, അളവ് നമുക്ക് ഒത്തിരി കുറയ്ക്കാം. ഇതോടെ ഉപയോഗിക്കുമ്പോൾ അളവ് ഒത്തിരി കുറയ്ക്കും. മാത്രമല്ല അത് ഡീകമ്പോസ് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ഒത്തിരി ലാഭിക്കരുത്. അപ്പം ആട്ടുകാട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷമെങ്കിലും മിനിമം എടുക്കും അത് ചെടി എടുക്കണമെങ്കിൽ. ഒരു 6 മാസമെങ്കിലും ട്രീറ്റ് ചെയ്യാതെ ആട്ടുകാട്ട് ഉപയോഗിക്കാൻ പാടില്ല. ചാണകമാണെങ്കിൽ പോലും 1 മാസമെങ്കിലും ട്രീറ്റ് ചെയ്യാതെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ല, ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനോട് ഗ്യാസ് ഫോം ചെയ്തില്ല, സാധാരണ ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഈ സാധനമുള്ള ഒരു സാധനം ഒരിക്കലും ചെടിയുടെ ചോട്ടിൽ ഒരിക്കലും ഇടരുത്. ഉണങ്ങി അത് വെയിലും മഴയും കൊണ്ട് ഉണങ്ങി അതിന്റെ ഇത് മുഴുവൻ പോകാതെ ഒരിക്കലും ആട്ടുകാട്ട് ഉപയോഗിക്കും. ഒരു 6 months അതുകൂടെ അത് വളമാവും. എനിക്ക് തോന്നുന്നു എന്റെ ലിമിറ്റഡ് ആയിട്ട് അറിയിച്ച് നമ്മുടെ നാട്ടിലെല്ലാ ആളുകളും ഈ ആട്ടുംകാട്ട് അതേപടി കൊണ്ട് ഇട്ടല്ലേ കണ്ടുവരുന്നത്. അതാണ് പ്രാക്ടീസുകൾ ഒത്തിരി കറക്ഷനുണ്ട്. ഞാൻ ഇത് കഴിയുമ്പോഴത്തേന് മനസ്സിലാവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് പ്രാക്ടീസുകൾ എന്തെല്ലാം ചേഞ്ചസ് വരുത്തിയാലാണ് പ്രോഫിറ്റബിൾ ആവുന്നത്. പലരും നമുക്കിപ്പോൾ ഫുഡ് പോയിസൺ അടിക്കാറുണ്ട് അല്ലേ. നമ്മളൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു, അതിനുശേഷം പെട്ടെന്ന് വയറിന് പ്രശ്നം ഉണ്ടായി നമ്മൾ പറയും ഫുഡ് പോയിസൺ വന്നാന്ന് പറയും. ചെടികൾക്കും വരുന്ന പല രോഗങ്ങളും ഫുഡ് പോയിസണാണ്. അതിന് കൊടുക്കുന്ന ഫുഡിനകത്ത് വരുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് ഈ രോഗങ്ങൾ പലതും വരുന്ന പലർക്കും അറിയില്ല. മണ്ണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള അറിവ് കുറവാണ് പല രോഗങ്ങളുടെ ഏറ്റവും അടിസ്ഥാന കാരണം. അതായത് 80% രോഗങ്ങളും ചെടിയിൽ നേരിടുന്ന 80% പ്രശ്നങ്ങളും ഒന്നെങ്കിൽ സോയിൽ ബോൺ ഡിസീസുകളാണ്, അല്ല സീഡ് ബോൺ ഡിസീസുകളാണ്. അപ്പോൾ സോയിൽ മാനേജ് ചെയ്യാൻ അറിയുകയും വിത്ത് അല്ലെങ്കിൽ തയ്യ് കൂടെ ആരോഗ്യത്തെക്കുറിച്ച് അറിയുകയും സ്ട്രെസ് മാനേജ് ചെയ്യും. ഈ 3 കാര്യങ്ങളുള്ള അറിവാണ് ഒരു കൃഷിയിലെ വിജയത്തിന് 90% ഇരിക്കുന്നത്. ഈ 3 കാര്യത്തിലാണ് ആൾക്കാർക്ക് അറിവ് വേണ്ടത്. ഈ 3 കാര്യങ്ങൾ കാരണം നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഏത് ബിസിനസ്സും മാനേജ് ചെയ്യുന്നതിലാണ്. ആ മാനേജ്മെന്റ് വളരെ ഹോപ്പ്ലെസ് ആയിട്ടാണ് നമുക്ക് ചെടിയുടെ സ്ട്രെസ് മാനേജ് ചെയ്യും, സോയിൽ മാനേജ് ചെയ്യും. ഇതിലാണ് ബാക്കി ചെടി നമ്മളെക്കാളും ആഗ്രഹിക്കുന്നുണ്ട് കാതരണം. ചെടിയുടെ കാ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹൈ പ്രഷർ കൊടുക്കും. കുട്ടികളെ കൊണ്ട് ഹൈ പ്രഷർ കൊടുത്ത് മാർക്ക് എടുക്കാൻ ശ്രമിക്കുന്ന പോലെ അവരെ ഗ്രോ ചെയ്യാൻ വേണ്ടി അവർക്കൊരു നല്ല നമ്മൾ വടിയും കൊണ്ട് ഒരു കൊച്ചിന്റെ പുറകെ നിന്ന് തല്ലി ചതയ്ക്കുന്ന ആളുകൾക്കും അബ്ദുൽ കലാമിന്റെ ഒരു ബുക്ക് വായിപ്പിച്ചത് അതിന്റെ 300 എഫർട്ട് നമ്മളിങ്ങനെ പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അതുപോലെ അറിവുള്ള ആൾക്കാരെ കൊണ്ട് 2 ബുക്ക് വായിപ്പിച്ചാൽ മതി. ആ കൊച്ചു ആ സ്കൂളിലെ ടോപ്പറാവും. അതിന്റെ പുറകെ കൊണ്ട് വടിയും കത്തിയായിട്ട് നിൽക്കുന്ന നല്ല കാര്യമുള്ളൂ. എനിക്കറിയാവുന്ന വളരെ സാമ്പത്തികമായിട്ടും വളരെ ലോവർ ലെവലിലുള്ള എനിക്ക് അറിയാവുന്ന ഒരു ആളുണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടി വളരെ സാമ്പത്തികമായിട്ട് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് പോയിരുന്നു. പക്ഷെ കുട്ടികൾക്ക് അത് വായിക്കാൻ കൊടുക്കുന്നത് ഇവർക്ക് നല്ല ഒരു കുഞ്ഞു പ്രായത്തിൽ, അതായത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടികൾ മുഴുവൻ കാര്യങ്ങൾ തന്നെ ചെയ്തു. തുണി തനിക്കുന്നവരാണ്, തേക്കുന്നവരാണ്. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന് 4 മണിക്ക് വീട്ടിൽ വന്നിട്ട് കുക്ക് ചെയ്ത് കഴിക്കും. ഇൻഡിപെൻഡന്റ് ആണ്. അത് 4ാം ക്ലാസ് വരെ എനിക്ക് ആ പിള്ളേരെ അറിയാം. അവരെല്ലാം സ്കൂൾ ടോപ്പറാണ്. ഇന്ന് വരെ അടിച്ചിട്ടില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വരെ അതിട്ട് തല്ലി കണ്ടിട്ടില്ല. ഈ കുട്ടികൾ 2 സ്കൂളിൽ ടോപ്പറാണ്. അവർ 2 പേരും കാരണം വായിക്കാൻ നല്ല പുസ്തകങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ കൊടുത്തു. വേറൊന്നും പിള്ളേരെ വായിച്ച് അത് എന്ന് പറയുന്നത് തന്നെയാണ് ചെടികൾ. അവരേറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും. അവർക്ക് വേണ്ട നമ്മൾ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ പോയില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ലെവലിലേക്ക് വളരെ, കാരണം സോയിൽ മാനേജ്മെന്റിലും സീഡ് അല്ലെങ്കിൽ സീഡ്ലിങ്സിന്റെ സെലക്ഷനിലും അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ്, ഈ 3 കാര്യത്തിലുള്ള അറിവ് ആണ് ഒരാൾ ഫാം പ്രോഫിറ്റബിൾ ആവും. അതിനെക്കുറിച്ചാണ് നമുക്ക് കുറച്ച് വിശദമായിട്ടതിന് ശേഷം ഒരുപക്ഷെ പ്രസന്റേഷന് നമ്മൾ ലാസ്റ്റ് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ സെഗ്മെന്റുകൾ മുഴുവനുണ്ട്. പ്രീമിയം എന്ന് പറയുന്നത് മൈക്രോബിയൽ ആക്ടിവിറ്റി, മണ്ണിലെ ഇതൊക്കെ നമ്മൾ സാധാരണ നമുക്കിവിടെ കിട്ടുന്ന പല പ്രൊഡക്റ്റുകൾ ഒരു 30-35 ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിൽ വർക്ക് ചെയ്യത്തില്ല ബാക്ടീരിയാസ്. ഇത് 60 ഡിഗ്രി ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ്. അത്ര ഹൈലി കോൺസെൻട്രേറ്റഡ് ഫോമിലാണ്. ഇത് മണ്ണിൽ വിട്ട് കഴിഞ്ഞാൽ എവറി 2 hours കോടിക്കണക്കിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കയറുന്ന ബാക്ടീരിയാസ് ആണ്. ഇത് മണ്ണിന്റെ പ്രവർത്തനം കറക്റ്റ് ആക്കാനുള്ള പ്രൊഡക്റ്റാണ്. ഇതൊന്നും ഇല്ലാതെ വളമിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതാണ് ഈ സാധനങ്ങൾ ഇടുമ്പോൾ ഇടുന്ന ഡിഫറൻസ് വളരെ പെട്ടെന്ന് വിസിബിളാണ്. നെക്സ്റ്റ് നൈട്രോക്കിംഗ് എന്ന് പറയും. നൈട്രോക്കിംഗ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. മണ്ണിലെ പ്രധാനപ്പെട്ട സൂക്ഷ്മ മൂലകങ്ങളും ഇതൊക്കെ. ഇത് 3 പ്രധാനമായിട്ട് മണ്ണിന്റെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അതുപോലെ ഇതുണ്ടോ, റൂട്ട് ഗാർഡ് ഉണ്ടോ? ഇല്ല. റൂട്ട് ഗാർഡ് എന്ന് പറഞ്ഞൊരു ഫംഗിസൈഡ് ഉണ്ട്. മണ്ണിലെ ഈ ഫംഗൽ ഡിസീസുകൾ, ഇപ്പൊ ഫംഗസുകളൊക്കെ എപ്പോഴും വരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്താണ് ഫംഗസുകളൊക്കെ വരുന്നത്. അതിന് റൂട്ട് ഗാർഡ് എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ്, ഇതൊക്കെ സോയിൽ കറക്ഷനുള്ള സാധനങ്ങളാണ്. കാരണം എപ്പോഴും മണ്ണില് ഈ ഇപ്പൊ മഴ കഴിഞ്ഞിട്ട് രോഗങ്ങൾ വളരെ കൂടുന്ന കാണാൻ പറ്റും.
ഇവിടെ മണ്ണിലെ സൂക്ഷ്മമൂലകങ്ങൾ പലതും പോകും, മണ്ണിന്റെ pH മാറും. ക്ലൈമറ്റ് മാറുന്ന സമയത്താണ് ഫംഗസ്. നമുക്ക് ജലദോഷം, പനി, രോഗങ്ങൾ വരുന്ന സമയങ്ങളെല്ലാം ചെടിക്കുണ്ടാവും ആ സമയത്ത്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടും ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫംഗസ് വരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ മണ്ണിനെ മെയിനായിട്ടും ഫംഗസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് റൂട്ട് ഗാർഡ്. ഇതുപോലെ ഇതൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വളരെ കോൺസെൻട്രേറ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു ബാഗ്, ഭൂമി പവർ എന്ന് പറഞ്ഞ ഈ ഒരു ബാഗ്, ഒരു 4 കിലോയുടെ ബാഗ് എന്ന് പറയുന്നത് പച്ചക്കറി കൃഷിയിലും നെൽകൃഷിയിലൊക്കെയാണ് 1 ഏക്കറിലേക്ക് ഇത് മതി. ഒരു വാഴയ്ക്കൊക്കെയാണെങ്കിൽ ഒരു തീപ്പെട്ടിക്കൂടിനകത്ത് 20 ഗ്രാമേ ആവശ്യമുള്ളൂ. അപ്പോൾ മാത്രം ലേബർ ചാർജ് കുറഞ്ഞു, നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ. എപ്പോഴാണ് നമ്മൾ കൂടുതൽ ലേബർ വിളിക്കേണ്ടി വരുന്നത്? ഒരു വാഴയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ടാണല്ലോ കാണുള്ളൂ. അത്ര സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി. അത് നമ്മൾ എന്തെങ്കിലും ചാണകം പിടിക്കാത്ത സാധനത്തിന് അത് ചേർത്തിട്ട് സ്പ്രെഡ് ചെയ്തിടുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ കൂടുതൽ ലേബറിനെ അല്ലെങ്കിൽ ആശ്രയിക്കേണ്ടി വരുന്നത്? എപ്പോഴാണ്? ഒന്ന് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. രണ്ടാമത് പോയിസണുള്ള നമുക്ക് സേഫ് അല്ലാത്ത സാധനങ്ങൾ തൊടാൻ നേരത്താണ് നമ്മൾ പലപ്പോഴും പണിക്കാരെ ആശ്രയിക്കുന്നത്. രണ്ടും ഇതിനകത്തില്ല. എല്ലാം കോൺസെൻട്രേറ്റഡ് ആണ്, എല്ലാം സേഫാണ്, എല്ലാം സർട്ടിഫൈഡ് ആണ്. വെറുതെ പറയുന്നില്ല. ഇതിനെല്ലാം കുറേ സർട്ടിഫിക്കേഷൻ മുഴുവൻ ഓരോ പ്രൊഡക്റ്റിന്റെ പുറത്തുള്ള സർട്ടിഫിക്കേഷൻസ് മുഴുവൻ ഇതിൽ അടിച്ചിട്ടുണ്ട്. ഇന്ത്യ ഓർഗാനിക്, വേദിക് ഓർഗാനിക്, ഇതുപോലത്തെ ഓർഗാനിക് സർട്ടിഫൈഡ് സാധനമായത്. ഇത് നമുക്കോ പ്രകൃതിക്കോ ഡയറക്റ്റ് കോൺടാക്ട് വന്നാൽ പോലും ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലത്തെ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പം അടുത്ത സീഡ് ട്രീറ്റ്മെന്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സോയിൽ കറക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ സീഡിനെ നല്ല ക്വാളിറ്റി വിത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ പല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കൃഷിക്കാരുമായിട്ട് ഒക്കെ നമ്മൾ കാണുമ്പം അവരൊക്കെ ചെയ്യുന്നത്, ഇപ്പം അവർക്ക് 1000 പുതിയ ചെടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വിത്ത് വെച്ചാണ് കിളിപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 10,000 സീഡാണ് എടുക്കുന്നത്. 10,000 വിത്ത് എടുത്തിട്ട് ആ 10,000 വിത്ത് അവർ നഴ്സറിയിൽ പ്ലാന്റ് ചെയ്ത് മുളപ്പിച്ചതിന് ശേഷം അതിനകത്ത് നഴ്സറിയിൽ പ്രൂവ് ചെയ്യുന്ന കരുത്ത് കാണിക്കുന്ന 1000 മാത്രമേ അവർ ഓപ്പൺ ഫീൽഡിലേക്ക് പോകുള്ളൂ. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഒരു പട്ടി പ്രസവിച്ചിട്ട് 6 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഈ 6 കുട്ടിയും ഒരുപോലെ ഹെൽത്തി ആയിരിക്കും? ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഒരു നല്ല ഇതിനെ വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്ത് ചെയ്യുക, അതിനകത്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനത്തിനെടുത്ത് അവർ വളർത്തും, ബാക്കി വയ്ക്കും. ഇത് തന്നെയാണ്. കാരണം ഇന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ 1000 ചെടി നടുന്ന ഒരാൾക്ക് ഒരിക്കലും 1000 എണ്ണം ഹെൽത്തി ആയിട്ട് ഒരിക്കലും മുളച്ചു വരുമ്പോൾ കിട്ടുകയില്ല. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു 10,000 എണ്ണം അവർ മുളപ്പിച്ചിട്ട് അതിനകത്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള 1000 എണ്ണം എടുക്കാവുള്ളൂ. ബാക്കി വേസ്റ്റായി കളഞ്ഞാൽ പോലും പല എനിക്കറിയാവുന്ന നല്ല കൃഷിക്കാർക്ക് ബാക്കി അവരുടെ ഫാമിന്റെ മുമ്പിൽ ബോർഡ് എഴുതി വെച്ചിട്ട് നഴ്സറി ആയിട്ട് വെച്ച് തീർക്കുമോ, വെറുതെ കളഞ്ഞാൽ വേണ്ടില്ല. അവർ ചാൻസ് എടുക്കില്ല ഈ സാധനം കൊണ്ടുവച്ചിട്ട്. കാരണം ഇതിന് പുറത്തിലാണ് പിന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ വരുന്നത്. ഇന്ന് കൃഷിക്കാരോട് ഫെയിൽ ആകുന്നതിന്റെ കാര്യം അവിടുന്ന് ഇവിടുന്ന് ഫ്രീ കിട്ടിയെന്ന് വില കുറഞ്ഞ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അവർ തൈകളെല്ലാം കൊണ്ടുവച്ചിട്ട് അതിന്റെ പുറകെ കിടന്ന് പണിയെടുക്കും. എന്നിട്ട് പറയും നമ്മളൊന്നും വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഉണ്ടാവാത്ത സീഡ് മോശമാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ സീഡ് മോശമാണെങ്കിൽ അവർക്ക് എന്നാ വെച്ചാലും കാര്യമില്ല. കാരണം സീഡ് മോശം റോങ്ങാ എന്ന് പറയുന്നത് പ്ലാന്റ്സിന്. അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ വേണ്ട. അപ്പൊ സീഡ് ഇപ്പൊ നമ്മള് ഒരു വാഴയ്ക്കാണെങ്കിൽ തന്നെ അതിന്റെ മദർ പ്ലാന്റിലുള്ള എല്ലാ രോഗങ്ങളും ആ സീഡിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. ഈ വാഴയെല്ലാം വാഴക്കന്നെല്ലാം പറപ്പിക്കൊണ്ട് വെച്ചതിന് ശേഷം ഇതിന് രോഗം വന്നതിന് ശേഷം ഇതിന് മുഴുവൻ മരുന്നടിക്കുന്നതിനേക്കാളും എളുപ്പം ആ വിത്തായിരിക്കുന്ന ലെവൽ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെച്ച് അവിടെ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ആവുന്നില്ല. നല്ല ശതമാനം രോഗങ്ങൾ നമ്മൾ ഇതിന്റെ മുഴുവൻ പുറകെ പോയി മരുന്നടിക്കുന്ന എക്സ്പെൻസ് മുഴുവൻ കോസ്റ്റ് കട്ടാവും. അപ്പൊ അതാണ് ഈ പ്രൊഡക്റ്റ് ചെയ്തത്. ഏത് വിത്തിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരാവുന്ന രോഗങ്ങൾ അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്തിട്ട് വിടുന്നൊരു സാധനമാണ് സീഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ കോസ്റ്റ് ഒത്തിരി നമുക്ക് കൃഷിക്കാരൻ ഒത്തിരി കോസ്റ്റ് വരും. ഇനി അടുത്ത സ്റ്റേജാണ് ഗ്രോ. അതായത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഉണ്ട്. അതായത് ഇതിനകത്ത് കൃഷിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 സ്റ്റേജേ ഉള്ളൂ. ആ സ്റ്റേജ് എല്ലാത്തിനും ബാക്കി ബേസ് എന്ന് പറയുന്നത് മണ്ണാണ്. സോയിൽ മാനേജ് ചെയ്യാൻ ഇതിനകത്താണ് സോയിലും സീഡും ഇതിനകത്താണ് ഓൾമോസ്റ്റ് ഒരു 80% റോൾ ചെയ്യുന്നത്. പിന്നെ ഗ്രോത്ത് മാനേജ് ചെയ്യുക, ഗ്രോത്തിന്റെ സമയം മാനേജ് ചെയ്യുക, റീപ്രൊഡക്ഷന്റെ സമയം മാനേജ് ചെയ്യുക. പ്രൊഡക്റ്റിന്റെ പേര് അത് ക്ലിയർ ആയിട്ടുണ്ട്. ഗ്രോ എന്ന് പറഞ്ഞാൽ ഗ്രോത്തിനുള്ളത്, അത് കുറച്ചൊരു ഈസിയാണ്. ഇനി ഈ സ്റ്റേജ് 4 അതായത് സോയിലും സീഡും മാനേജ് ചെയ്യാന്നുള്ളതാണ് 80% പേരും വരിക്കുന്നത്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. ഇനി ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇവർ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെസ്റ്റ് മാനേജ്മെന്റ് അങ്ങനെ 3-4 തിരിച്ചിട്ടുണ്ട്. അത്ര സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് കൃഷിക്കാരന് മനസ്സിലാക്കിയെടുക്കാം. ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ പിന്നെ അവർ ആരെ ആശ്രയിക്കേണ്ട, കംപ്ലീറ്റ് അവരുടെ ഫാം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആ ലെവലിൽ കൃഷിക്കാരനെ ഒരു സയന്റിസ്റ്റ് ആക്കി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഫാമേഴ്സ് തന്നെയാണ് ഇത് ഇന്ത്യ മുഴുവൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ തന്നെ അങ്ങനെ മാത്രമേ ഫാമേഴ്സിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഫാമേഴ്സ് തന്നെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ച് അനുഭവമുള്ള ആൾ തന്നെ വേറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിൽ കൂടെ അത് നിലനിൽക്കും. ബാക്കി നമ്മൾ ഓരോ രോഗത്തിനും ഓരോ കടയിൽ പോയി ഓരോന്ന് ചോദിക്കുന്നു, അതുകൊണ്ട് അടിക്കുന്നു, റിസൾട്ട് കിട്ടുന്ന വേറെ പോയി എവിടെ മേടിക്കുന്നു. ഈ ഒരു സൈക്കിളിലേക്ക് പോയാൽ ഒരിക്കലും മോചനമില്ല. ഞങ്ങളുടെ ഇവിടെ തന്നെ നമ്മുടെ മോഡൽ ഫാമുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാനത്ത് ഒരു ഫാമുണ്ട്. പുള്ളി അദ്ദേഹത്തിൻ്റെ പേര് എവിടെയാണ് താമസിക്കുന്നത്,
സോമൻ മൈലാങ്കൽ എന്നാണ്, ജോസഫ് തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തിരുവനന്തപുരം താമസിക്കുന്നത്. അദ്ദേഹം അദ്ദേഹം നമ്മുടെ പാലങ്ങളിലെ മാനേജറായിട്ടാണ്. പുള്ളി കൃഷിയായിട്ട് വലിയ താല്പര്യമുണ്ടെന്നല്ലാതെ കൃഷിയായിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ല. ഞാനൊരു നമ്മുടെ 14 മൈലിലൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ആ പ്രസൻറ്റേഷൻ അദ്ദേഹം ഉണ്ടായിരുന്നു, നമുക്ക് പരിചയമൊന്നുമില്ല. പ്രസൻറ്റേഷൻ കഴിഞ്ഞ് അദ്ദേഹം വന്ന് നമ്മളൊന്ന് ചോദിച്ചു, എനിക്കിവിടെ കുറച്ച് 10 ഏക്കർ കൃഷിയുണ്ട്, അവിടെ ഒന്ന് നോക്കിയിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. പുള്ളിക്ക് വലിയ കൃഷിയിൽ വലിയ പരിജ്ഞാനം ഇല്ലായിരുന്നത് നന്നായി. ഒരു പരിജ്ഞാനം എന്ന് പറയാൻ മാത്രമുള്ള ഒരു അറിവ് കാര്യങ്ങൾ ഇല്ലാതിരുന്നത് നന്നായി ഞാൻ പറയുള്ളൂ. നമുക്ക് നോക്കാൻ നോക്കണം. അന്ന് തന്നെ നമ്മളെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫാമിൽ പോയി നോക്കി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ഒരു 3 മാസം മാത്രം പുള്ളി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സംശയം ഉണ്ടായിരുന്നു വിളിക്കുമായിരുന്നു. അതിനുശേഷം ഒരു വിളിക്കുന്നില്ല. ഫാം വളരെ പ്രോഫിറ്റബിളായിട്ട് വളരെ ഹാപ്പിയായിട്ട് ഒരു പോയിസണും ഉപയോഗിക്കാതെ വളരെ ഹാപ്പിയായിട്ട് ആ ഫാം ഉഗ്രനായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. പുള്ളിക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്, നല്ല ഹാപ്പിയായിട്ട്. കാരണം ഒരു കോംപ്ലിക്കേഷൻ വേറെ ആളോട് ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഈ പ്രൊഡക്റ്റുകൾ മുഴുവൻ പുള്ളിയുടെ അവൈലബിൾ ആണ്. ഇപ്പം വിളിക്കാറില്ല. ഇത് ആപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ വിളിക്കാറില്ല. ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് ഇതിൻ്റെ ഒരു സംശയങ്ങളൊക്കെ ചോദിക്കാൻ വിളിക്കാറുണ്ട്. അതിനുശേഷം വിളിക്കുന്ന സുഖമായിട്ട് ഫാം ഉഗ്രനായിട്ട് പ്രോഫിറ്റബിളായിട്ട് പോകുന്നത്. ഇവിടെ ഒത്തിരി ഫാമുകളുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു പരിചയമില്ലാത്ത ഒരാളെ പോലും ഒരു 3 മാസം കൊണ്ട് ഇവിടെ വർഷങ്ങൾ 50 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ സിമ്പിളായിട്ട്. ഇപ്പം ഞാൻ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളവിടെ കൃഷി നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് വണ്ടി ടാക്സി സ്റ്റാൻഡിൽ വണ്ടി ഓടിച്ചിട്ടിരുന്ന ഡ്രൈവറാണ്. കൃഷിയായിട്ട് ഒരു പരിചയമില്ല. അദ്ദേഹത്തെ കൊണ്ട് കൃഷി മാനേജ് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലയിൽ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് രോഗമാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല. ഈ സാധനം അടിച്ചാൽ പോകുന്നറിയാം. കാരണം ഇതിനു മുമ്പ് ഈ രോഗം വന്നപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഇത് അടിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി അത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ പ്രശ്നത്തിന് ഇതാണ് അടിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ ചോദിക്കരുത് അതെന്തുകൊണ്ടാണ് എന്ത് രോഗമാണെന്ന് ചോദിക്കരുത്. പക്ഷെ ഇതടിച്ചാൽ അത് പോകുന്നറിയാം, മതി, പാമ്പ് കുഴപ്പമില്ല പോകുന്നുണ്ട്. അപ്പം അത്ര സിമ്പിളായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ ഒരിക്കലും, അതായത് ഞാനിപ്പം ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഒരു ടെക്നോളജി ഇല്ലെങ്കിൽ ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റിയത്. കാരണം അതുപോലെ ഒരാളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ സാധനം എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഈ സാധനം എടുത്ത് പുള്ളി അടിച്ചു, ഏതാ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അടിച്ചു. ഇന്ന രോഗത്തിന് ഇന്ന് അടിച്ചാണെന്ന് പുള്ളിക്കറിയാം. അങ്ങനെ അപ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് പേസ്റ്റ് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഗ്രോ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ഏത് ചെടിക്കും ഗ്രോത്ത് സ്റ്റേജിൽ വേണ്ട ഗ്രോത്ത് ഹോർമോൺസും മൈക്രോ ന്യൂട്രിയൻസും ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുതലുള്ള എല്ലാ സാധനങ്ങളും സ്പ്രേ ചെയ്യാവുന്നതാണ്. സ്പ്രേ ചെയ്യുന്നത് കോസ്റ്റ് ഒത്തിരി കുറയും. സ്പ്രേ അടിക്കാവുന്നതാണ് ഇതൊക്കെ. ഇവിടെ ഇനി നമ്മൾ പറയുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സ്പ്രേ ചെയ്യാവുന്നതാണ്. സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് വളരെ കുറവും. നമുക്ക് സ്പ്രേ ചെയ്യുന്ന കൂടെ തന്നെ രോഗങ്ങളുണ്ടെങ്കിൽ രോഗത്തിൻ്റെ സാധനങ്ങൾ കമ്പൈൻ ചെയ്ത് ചെയ്യാം. അപ്പം വളരെ ഇതെല്ലാം നാനോ ഫോമിലുള്ള പ്രൊഡക്റ്റാണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. അപ്പോൾ ഈസിയാണ്. അപ്പോൾ അതായത് ഒരു മാസം പെട്ടെന്ന് വളർത്തിക്കൊണ്ട് ഒരു ചെടിയാണെങ്കിൽ മാസത്തിലൊരു സ്പ്രേ കൊടുത്താൽ, പച്ചക്കറിക്കാണ് പെട്ടെന്ന് അതിൻ്റെ എല്ലാ സ്റ്റേജും കടന്നു പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വരും. ലോങ് ടൈം ക്രോപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴയ്ക്കൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് വെച്ചൊരു സ്പ്രേ അടിച്ചാൽ നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചില ഫാമുകളുണ്ട്, ജാതിയുടെയൊക്കെ തോട്ടം. ആ തോട്ടത്തിൽ തോപ്രാങ്കുടിയിലൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ 2000 ലിറ്ററാണ് ഇന്ന് ബോഡോ മിശ്രിതം കൂട്ടിക്കൊണ്ടിരുന്നത്. 2000 ലിറ്റർ ബോഡോ മിശ്രിതം കൂട്ടിയിട്ട് 3 പണിക്കാരെ വെച്ച് വേണം അടിക്കാൻ. അതായത് ബോഡോ മിശ്രിതം കൂട്ടാൻ ഒരാൾ വേണം, ഓസ് വലിച്ചുകൊടുക്കാൻ ഒരാൾ വേണം, സ്പ്രേ ചെയ്യാൻ ഒരാൾ വേണം. ആ 2000 ലിറ്റർ ബോഡോ മിശ്രിതം വെച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ആ കൂടി ഉപയോഗിക്കുന്നത് 200 ലിറ്റർ, നമ്മുടെ സാധനം ചെയ്യുന്ന 200 ലിറ്റർ വെള്ളം മതി. 200 ലിറ്റർ വെള്ളം മതി. ഇത് ഉടമസ്ഥൻ തന്നെ ചെയ്യുന്നത്. പണിക്കാർ സീറോ ലേബറിൽ ഈ 15 ലിറ്റർ കുറ്റിയിൽ പുറത്തിട്ടിട്ട് പുള്ളി ഞായറാഴ്ച ദിവസം, മാസത്തിൽ ഒരു ദിവസം ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് അതിൽ വന്ന് ഈ സാധനം താഴെ മാത്രം അടിച്ചാൽ മതി. മുകളിൽ കയറിയൊന്നും അടിക്കണ്ട. കാരണം പ്രൊഡക്റ്റ് എല്ലാം നാനോ ഫോമിലുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി അടിക്കലൊന്നും വേണ്ട. താഴെ അടിച്ചാൽ മതി. ബോഡിയെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കയറി പോകും. അങ്ങനെ മുകളിൽ കയറി ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ലേബർ ചാർജ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, സീറോ ലേബർ. 2000 ലിറ്റർ ഉപയോഗിക്കേണ്ട സാധനത്തിൽ 200 ലിറ്റർ വെള്ളം മതി. കോസ്റ്റ് എന്ന് മാത്രം താന്നു. മാത്രമല്ല അന്നേരം ഏറ്റവും നല്ല പോഷകം, ആ കോസ്റ്റിന് നല്ല പോഷകം കൊടുത്താൽ നല്ല ഉത്പാദനം വരും. ആ തോട്ടത്തിലേക്ക് ഉത്പാദനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പറിക്കാൻ താഴെ. നാളെ എന്നോട് ചോദിച്ചു, കാരണം മാസത്തിലൊന്ന് സ്പ്രേ അടിക്കും, 4 മാസത്തിലൊരിക്കൽ സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യും. എന്നാൾ എന്നോട് ചോദിച്ചു, കാരണം കമ്പി തിരിഞ്ഞു പോകാം മുഴുവൻ ലോഡ് കയറിയിട്ടേ. കാരണം സാധാരണ ഇതിൽ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ കസിൻ്റെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രാവശ്യം പൂ കയറി കാ വന്നു കഴിഞ്ഞാൽ അത് തീർന്നതിന് ശേഷം 2ാമത് പൂ കയറി വന്നാലേ കായുള്ളൂ. അദ്ദേഹത്തിന് അവിടെ എല്ലാ മാസവും പറിക്കാൻ കായുള്ളൂ. അപ്പം എന്നോട് ലാസ്റ്റ് ഇത് നിർത്തി വെക്കട്ടെ എന്ന് ചോദിക്കുന്ന അവസ്ഥകളാണ്. ലോഡ് കൂടിയിട്ട് വീഡിയോ കണ്ടു തരാം. ഈ ലോഡ് കൂടിയിട്ട് കമ്പി ചെയ്യാൻ തുടങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. എന്നാ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നാ ചെയ്യണം എന്നോട് ചന്ദ്രസ് ചോദിക്കുന്ന അവസ്ഥയായി. ഇത് അടിക്കുന്നതാണോ നല്ലത്, അടിക്കാതിരിക്കുന്നതാണോ നല്ലത്? കാരണം അടിച്ചാൽ ഇനിയും ലോഡ് കയറുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അടിച്ചില്ലെങ്കിൽ പൊഴിയും. കാരണം അത്രയും പൂ വന്നു കഴിയുമ്പം അതിനുള്ള പോഷകത്തിൻ്റെ ചെടി തന്നെ അബോർട്ട് ചെയ്യും സാധനങ്ങൾ. ഈ പൂ പൊഴിയുന്ന കാ പൊഴിയുന്നൊക്കെ അബോർഷനാണ്.
അത് വേണ്ട ന്യൂട്രീഷൻ അങ്ങനെ ഹോൾഡ് ചെയ്യാനില്ലെന്ന് സെൻസ് ചെയ്യാനുള്ള സെൻസറും. നമ്മൾ ആലോചിച്ച് നോക്കുക, പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ നമ്മൾ ലൈഫിൽ തന്നെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് എന്തുമാത്രം വലിയ സെൻസർ ഇതിനുണ്ടെന്നറിയും. ഒരു വിത്ത് എടുത്തിട്ട് നമ്മളിപ്പോൾ പച്ചക്കറിയുടെ നെല്ലിൻ്റെ വിത്ത് എടുത്തിട്ട് ഒരു ഇഷ്ടികയുടെ മുകളിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചാലും വളമിട്ടാലും ഇത് മുളയ്ക്കുകയല്ല. വെള്ളം ഒഴിച്ചിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാലും മുളയ്ക്കുക. ഒരു പയറിൻ്റെ വിത്തോ സാധനം ഒരു ഇഷ്ടികയിൽ സിമെൻറ്റ് തറയുടെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നോക്കും, മുളയ്ക്കത്തില്ല. കാരണം ഇവന് ആ വിത്തായിരിക്കുന്ന ലെവലിൽ തന്നെ അവന് സെൻസറുണ്ട്. എണ്ണ വെച്ചിരിക്കുന്നത് ഡെഡായിട്ടുള്ള സാധനത്തിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ ഇവൻ അടുത്ത ജനറേഷൻ ഉത്പാദിപ്പിക്കാൻ പറ്റിയതെന്ന് മനസ്സിലാക്കാനുള്ള സെൻസറോട് കൂടി ഓരോ വിത്തിനും ഉത്പാദിപ്പിക്കുള്ളൂ. അത്രയും വലിയ ഒരു സാധനത്തിനെ പിടിച്ചാണ് ആൾക്കാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ പൂവൊഴിയിൽ കാവൊഴിയിലൊക്കെ ഇവർക്ക് സെൻസറുണ്ട്. ഒരു മാവേൽ പൂവ് പിടിച്ചു, 25 കണ്ണിമാങ്ങ ഒരു കൊലയിൽ പിടിച്ചിട്ടുണ്ടല്ലോ, 25 എണ്ണത്തിനെ ആരോഗ്യത്തോടെ വളർത്താൻ സാധിക്കില്ലെന്ന് സെൻസ് ചെയ്യാനുള്ള സെൻസർ ഇതിനുണ്ട്. ഇല്ല 10 എണ്ണത്തിനെ കട്ട് ചെയ്ത് കളയുന്നതാണ് ഈ കുഴിച്ചുകളായത്. എന്നിട്ട് ഏറ്റവും നല്ല വിത്ത് ഉത്പാദിപ്പിക്കുക 25 എണ്ണത്തിനെ വളർത്തിയാൽ 25 എണ്ണം വീക്കായിട്ടുള്ള വിത്തുകളായിരിക്കും. അപ്പോൾ അടുത്ത ജനറേഷൻ ഏറ്റവും സ്ട്രോങ് ആവുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നമ്മളെക്കാളും കൃഷിക്കാരനേക്കാളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് ചെടിക്ക് ഏറ്റവും വലിയ അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നതാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് സാധിക്കലും അബോട്ട് ചെയ്യും. 10 എണ്ണം വിട്ട് കളഞ്ഞിട്ട് ബാക്കി 15 എണ്ണം രക്ഷപ്പെടുത്തി എടുക്കുന്ന പ്രോസസ്സാണ് ഈ കുഴിച്ചുകളായത്. മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്ത് കഴിയുമ്പോൾ പൂ പൊഴിയുന്നത് ഫംഗൽ അറ്റാക്ക് വരുന്നുണ്ട്. പൂക്കുന്ന സമയത്ത് മാവ് പൂക്കോ അല്ലെങ്കിൽ ഏതും പൂക്കുന്ന സമയത്ത് വരുന്ന ഉടനെ പൂ കരിഞ്ഞു പോകുന്ന ഫംഗൽ ഡിസീസ്. ഫംഗൽ ആ സമയത്ത് കാരണം മഴ വരുമ്പോൾ അന്നേരം ഫംഗൽ ടെൻഡൻസി വളരെ കൂടുതലുണ്ടാകുന്ന ടൈം. അതുകൊണ്ടാണ് അത് ഫംഗസാണ്. അപ്പോൾ മറ്റത് സ്വയം സെൻസ് ചെയ്തിട്ട് അബോട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഉണ്ട്. നെക്സ്റ്റ് ഗ്രോ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് സ്റ്റേജ്. ഇത് റീപ്രൊഡക്ഷന്റെ സമയത്ത്, അതായത് ഒരു വാഴയ്ക്കാണെങ്കിൽ വാഴയുടെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന സ്റ്റേജ്, കാർബോഹൈഡ്രേറ്റ് ഫിക്സിംഗ് എന്ന് പറയും. അതായത് അതിശക്തന്മാരായിട്ടുള്ള മരങ്ങൾ, ഇപ്പം തെങ്ങ്, പന, അതുപോലെ അതിശക്തന്മാരായിട്ടുള്ള മരങ്ങൾ മാത്രമേ ഈ ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒന്നിച്ചുകൊണ്ടാനുള്ള കഴിവുള്ളൂ. അതിശക്തന്മാർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അത്രയും ബാക്കിയുള്ളവരെല്ലാം ഗ്രോത്ത് നിർത്തി വെച്ചിട്ടാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. റീപ്രൊഡക്ഷൻ നിർത്തി വെച്ചിട്ടാണ് ഗ്രോത്ത് നടത്തുന്നത്. ഇങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒന്നേ ഒരു സമയത്ത് ചെയ്യുള്ളൂ. അതിശക്ത മരം, തെങ്ങ്, പന ഒക്കെ എന്ന് പറഞ്ഞാൽ കൂമ്പ് വരിക, കൂമ്പിൻ്റെ ഓരോ കൂമ്പിൻ്റെയും ചുവട്ടിൽ ഓരോ കൊല വെച്ച് വരുന്നില്ല. അവർ അത്ര ശക്തന്മാരായതാണ്. അപ്പം മിക്കവാറും എല്ലാ ചെടികളിലും ഗ്രോത്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ഒരു സ്റ്റോർ ചെയ്തു എന്നിട്ടാണ് ഫ്ലവറിലേക്ക് തിരിച്ചു വിടുന്നത്. വാഴയ്ക്കൊക്കെയാണ് ഒരു 4th മന്ത് മുതൽ പ്രഗ്നൻസി തുടങ്ങും. നമുക്ക് താഴെ നിന്ന് ഇങ്ങനെ കൊല കയറി വരുന്നത് കാണാൻ പറ്റും, മണ്ണം വെച്ച് കയറി വരുന്നത് കാണാൻ പറ്റും. ആ സമയം മുതൽ അവർക്ക് വ്യത്യസ്തമായ പോഷകങ്ങളാണ് വേണ്ടത്, കൂടുതൽ അളവിൽ. ആ സമയത്ത് അതിനുള്ള കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ വീക്കായിരിക്കും. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ചലഞ്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ആ സമയത്ത് ചെടി ആഗ്രഹിക്കുന്നത്, പ്രകൃതി ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കായ ഉത്പാദിപ്പിക്കണം, ഏറ്റവും ബെസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവണമെന്നാണ് അവരുടെ പ്രയോറിറ്റി. ആ സമയത്ത് അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് റിസർവ് ന്യൂട്രീഷൻ മുഴുവൻ അതിനകത്തേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഡിഫൻസ് വളരെ വീക്കായിരിക്കും. ഡിഫൻസിലുണ്ടായിരുന്ന സാധനം മുഴുവൻ എടുത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആർക്കും വേണ്ട അറ്റാക്ക് ചെയ്യാം. ആ സമയത്ത് കീടങ്ങൾക്കും ഫംഗസിനും ഒക്കെ അറ്റാക്ക് ചെയ്യാം. ഡിഫൻസിൽ ഇല്ല. ഡിഫൻസിലുണ്ടായിരുന്ന സാധനങ്ങൾ സ്റ്റോർ മുഴുവൻ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൃഷിക്കാർ പല ആൾക്കാരും പറയുന്നത് നമുക്ക് വല്ലതും കിട്ടാറാകുമ്പോഴത്തേക്കും ലോകത്തുള്ള രോഗങ്ങൾ മുഴുവൻ വരുന്നത്. പറയുന്നതിന്റെ കാരണം ഇതാണ്. ശരിയാണ്, അവരുടെ അധ്വാനത്തിന് മുഴുവൻ കഴിഞ്ഞ് ലാസ്റ്റ് കിട്ടാൻ നേരത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. റീസൺ ഇതാണെന്ന് പലർക്കും അറിയില്ല. അവരുടനെ പിന്നെ രോഗത്തിന്റെ പുറകെ മരുന്നടിച്ചുകൊണ്ട് നടക്കുന്ന ആ സൈക്കിളിൽ കൂടിയാണ് പോകുന്നത്. അല്ലാതെ ചെടിയുടെ ഹെൽത്തിലേക്കല്ല പോകുന്നത്. അപ്പോൾ റീപ്രൊഡക്ടറി സിസ്റ്റത്തിൽ മുഴുവൻ വർക്ക് ചെയ്യും. അപ്പം ബ്ലൂം എന്ന് പറയുന്ന റീപ്രൊഡക്ടറി സിസ്റ്റം, ആ പ്ലാന്റിന്റെ മുഴുവൻ റീപ്രൊഡക്ടറി സിസ്റ്റത്തിൽ മുഴുവൻ വർക്ക് ചെയ്യും. പ്രഗ്നൻസി സ്റ്റേജ് മുതൽ ലാസ്റ്റ് സ്റ്റേജ് വരെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ബ്ലൂം. നെക്സ്റ്റ് ഫ്രൂട്ട്. ഇത് ഫൈനൽ സ്റ്റേജിൽ ഫ്രൂട്ട് ആയതിനു ശേഷം, ഫ്രൂട്ട് സെറ്റിങ്ങിന് ശേഷം മൈന്യൂട്ടസ്റ്റ് ഫോമിലുള്ള ട്രേസ് എലമെന്റ്സ് ഒക്കെയാണ് ഇതിനകത്ത്. ട്രേസ് എലമെന്റ്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ചെടികൾ കൊച്ചുകുട്ടികളെ പോലെയാണ്. അതായത് അതിന് ചില സൂക്ഷ്മ മൂലകങ്ങൾ ചിലപ്പോൾ 1 mg മതിയായിരിക്കും, 1 milligram മതിയായിരിക്കും. ആ 1 milligram കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1/2 milligram കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. ആ 1/2 mgക്ക് പ്രൊപ്പോർഷനായിട്ട് ബാക്കി എല്ലാ പോഷകങ്ങളും എടുക്കും. നമ്മൾ കൊച്ചുകുട്ടികൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി തീർന്നവർ എന്ത് ചെയ്യും? കഴിപ്പ് നിർത്തും. ബാക്കി ചോറും മറ്റുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി തീർന്നവർ എഴുന്നേറ്റ് പോകും. ഇത് ചെടിയാണ്. ചെടികൾ ഇത് തന്നെ കൊച്ചുകുട്ടിയാണെന്ന് വിചാരിക്കണം. ആ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അവർക്ക് വേണ്ട ആ മൈന്യൂട്ട് ഫോമിലുള്ള ആ ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്ന സാധനങ്ങളിൽ ഏതെങ്കിലും 1 mg വേണ്ടത് 1/2 mg കിട്ടിയുള്ളെങ്കിൽ 1/2 mgക്ക് പ്രൊപ്പോർഷനായിട്ട് ബാക്കിയെല്ലാം എടുക്കുള്ളൂ. ബാക്കി മുഴുവൻ വേസ്റ്റ് ആക്കിയുള്ളൂ. കൃഷിക്കാരെ നോക്കുമ്പോൾ ഞാൻ വളയിട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ മറ്റേ ഇത് മൈക്രോ ഫുഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ മൈക്രോ ഫുഡിനകത്ത് എന്താവുള്ളൂ, അത് എത്രയാണ് വേണ്ടത് ഇതൊന്നും അറിയാൻ പറ്റില്ല. മൈക്രോ ഫുഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ്. അതിന് ബാക്കി അതിന് ആ സമയത്ത് വേണ്ട അതിൻ്റെ കൂടെ വേണ്ട മൂലങ്ങളില്ലെങ്കിൽ വിട്ട് കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. വേസ്റ്റ് ആക്കിയിട്ട് പോയി.
അപ്പോൾ ഇതാണ് ഫ്രൂട്ടറിനകത്തുള്ളത്. അത് ഏറ്റവും ഫ്രൂട്ട് സെറ്റിങ്ങിന് ശേഷം കൊടുത്തത് കായുടെ സ്റ്റിക്കറാണ്, പെനട്രേറ്ററാണ്, ആക്ടിവേറ്ററാണ്, അങ്ങനത്തെ ഒരു സാധനമാണ് സ്പ്രെഡോൺ ആൻറ്റി. എന്ത് പ്രൊഡക്റ്റിൻ്റെയും അതിൻ്റെ എഫക്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ്. ഇനി അടുത്തത് ഡിസീസ് മാനേജ്മെന്റ് ഏരിയ. കാരണം ഇത്രയും ഭാഗമാണ്. ഇത് ശ്രദ്ധിച്ചാൽ ഈ ഏരിയയിലാണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇത് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഡിസീസുകൾ വളരെ കുറവായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഡിസീസിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് സാധനം പൊതുവെ പെസ്റ്റ് അറ്റാക്ക്, കീടങ്ങളുടെ അറ്റാക്കൊക്കെ ഏറ്റവും കൂടുതൽ വരാനുള്ളത് കർത്തവാവ് സമയത്താണ്. കർത്തവാവിന്റെ സൈക്കിളിലാണ് ഏറ്റവും കൂടുതൽ കീടങ്ങൾക്ക് മുട്ടയിടുന്ന സൈക്കിൾ. ആ സമയത്ത് പ്രകൃതി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കർത്തവാവിന്റെ സമയത്ത് ഈ ഇലയും തണ്ടിനെ അങ്ങ് വീക്കാക്കി വെച്ച് കൊടുക്കും, വളരെ ഫൈബർ ലൂസാക്കി വെച്ച് കൊടുക്കും. ആ സമയത്ത് കീടങ്ങൾക്ക് ഈസി ആയിട്ട് കടിച്ചു കയറാൻ വേണ്ടി ഇവർ ആ 2-3 ദിവസത്തേക്ക് വയ്യ അങ്ങ് സോഫ്റ്റ് ആക്കി കൊടുക്കുന്നതാണ്. ഈ മുട്ട വിരിഞ്ഞ് വരുന്ന ആ സമയമാണ്. കർത്തവാവാണ് പൊതുവെ ഇവരെല്ലാം ചെറു ജീവികളൊക്കെ തന്നെ മുട്ടയിടുന്ന സമയമാണ്. ആ സൈക്കിളാണ്. ആ സൈക്കിൾ പ്രകൃതി തന്നെ അവർക്കും വളരണമല്ലോ, അവരെ വളരാൻ വേണ്ടി പ്രകൃതി തന്നെ ഇതിന്റെ ഫൈബർ അങ്ങ് ലൂസാക്കി വെച്ചു കൊടുക്കും. ആ സമയത്ത് ഇവർക്ക് ഈസി ആയിട്ട് കടിച്ചു കയറാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്നത്. അപ്പം പെസ്റ്റ് മാനേജ്മെന്റ് മുഴുവൻ നമ്മൾ ആ സമയത്ത് പെസ്റ്റിന് ഇവർ വളരെ ഇതായിട്ടുള്ള 2-3 പ്രോഡക്റ്റ് ഉണ്ട്. ആരാണ്ട് കിട്ടാത്ത പെസ്റ്റുകളില്ല. ഇത് ഒരു പെസ്റ്റിസൈഡാണ് 6 കാലിന് മുകളിലുള്ള ജീവികൾക്കുള്ള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന കേരളം എന്ന പേര് ഇന്ന് രാവിലെ ഒരു കൃഷിക്കാരൻ പറഞ്ഞുള്ളൂ. പേര് മാത്രമേ ഉള്ളൂ കേരളത്തിന്, പേരൊന്ന് മാറ്റി തരാമോ? കാരണം കേരകൃഷ്ണ എന്നുള്ള ലെവലിലാണ് കേരളത്തിൽ ഉപയോഗിക്കുന്ന നാളികേരത്തിൽ 95% തമിഴ്നാട് ഉത്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ പേര് മാത്രമായിട്ട് എന്തിനാന്ന് വെച്ചാൽ ഭക്ഷണത്തോടെ ഒരു കൃഷിക്കാരൻ സങ്കടം പറയുന്നതാണ്. അപ്പൊ ഈ സാധനം പെസ്റ്റ് കീടത്തിന് ഈ തെങ്ങ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചെല്ലികുത്താണ്. ചെല്ലികുത്തി മണ്ട മറിക്കുക. അതിന്റെ മോളിൽ കയറ്റി, തെങ്ങിന്റെ മോളിൽ കയറ്റി ഒരാളെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ 150 രൂപ കൊടുക്കണം, ആളായിട്ട് കിട്ടാനില്ല. ഇതൊക്കെയാണ് പ്രശ്നം. ഈ പെസ്റ്റിസൈഡ് 2 ഈ സ്പ്രെഡറോട് കൂടി തെങ്ങിന്റെ ചുവട്ടിൽ, വലിയ തെങ്ങിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പോലും ഈ സാധനം പെസ്റ്റ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്ര പവർഫുള്ളാണ്. കാരണം ഇതൊക്കെ എല്ലാം പ്രൊഡക്റ്റിന്റെ നാനോ ഫോമിലുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ചുവട്ടിലെടുത്താൽ തന്നെ ഈ സാധനം മുകളിച്ചില്ല. അത്രയും പവർഫുൾ, അത്രയും അതിന്റെ കോൺസെൻട്രേഷന്റെ പ്രത്യേകതയാണ്. നാനോ ഫോം ആയതുകൊണ്ടാണ് ആ എഫക്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം സർട്ടിഫൈഡ് ആണ്. ചിലപ്പോൾ തമിഴ്നാട്ടിലെ വിഷം വെച്ച് കിട്ടുന്ന പോലെ ഒരാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഇതെല്ലാം സർട്ടിഫൈഡ് ആണ്. അല്ലാതെ ഇത് മറ്റേ വേറെ മാൽ പ്രാക്ടീസ് ഒന്നുമല്ല. അപ്പൊ ഇത് മാത്രമല്ല, ചെടികൾ തന്നെ സ്വയം കീടനാശിനികൾ ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആരോഗ്യത്തോടെ ഒരു ചെടി നിൽക്കുവാണെങ്കിൽ ചെടികൾ തന്നെ സ്വയം നമ്മുടെ ഡിഫൻസ് മെക്കാനിസം. ഇപ്പം കൊറോണയൊക്കെ വന്നതുകൊണ്ട് എല്ലാവരും പറയാം, ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് എല്ലാവരും പറയുന്നില്ലേ. ഈ ചെടികൾക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ ചെടികൾ നല്ല ശതമാനം ചെടികളും സ്വയം കീടനാശിനികൾ ഉത്പാദിപ്പിക്കും. അത് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ വിശ്വാസം പോലും വരികയില്ല. വളരെ സിമ്പിളായിട്ട് ഉദാഹരണം ഞാൻ പറയാം. പശുവിനെയൊക്കെ നമ്മൾ കയറെ പിടിച്ച് തീറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം. അങ്ങനെ കയറെ പിടിച്ചൊക്കെ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് നിന്ന് പശു തീറ്റ വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ നോടി പറമ്പൻ്റെ അങ്ങനെ മുകളിലേക്ക് നമ്മൾ അതിൻ്റെ പുറകെ പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ നിന്ന് വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. പൊതുവെ എല്ലാവരും ചെയ്യുന്ന അതിനെ പിടിച്ച് അവർ മരത്തെ കെട്ടിയിട്ട് ഇവിടെ നിന്ന് തിന്നാൻ പറഞ്ഞ് മരത്തെ പിടിച്ച് കെട്ടിയിടും. പിന്നെ യഥാർത്ഥ അപ്പം നമ്മൾ അക്കരെ വെച്ചെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതല്ല അതിൻ്റെ റീസൺ. പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് പുല്ല് തിന്നാൻ തുടങ്ങുമ്പോഴേ അതിൻ്റെ നിയർ ബൈ ഉള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പോയി കഴിയും, അപകടം വരുന്നു. അടുത്ത് നിൽക്കുന്ന ചെടികളെല്ലാം തന്നെ ഈ പശുവിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്മെല്ലുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ആദ്യം കഴിച്ച ടേസ്റ്റ് പിന്നെ കഴിക്കുന്നതിന് കിട്ടിയില്ല. ഇത് പശുവിനെ സെൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അവൻ അവിടെ വിട്ടിട്ട് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ തൊട്ടാവാടിയിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം ക്ലോസ് ചെയ്യും. എന്ത് പറഞ്ഞാൽ മെക്കാനിസം ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് 5-10 മിനിറ്റ് കഴിഞ്ഞാൽ തൊട്ടാവാടി വീണ്ടും ഓപ്പൺ ആവില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആ അപകടം പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ നോർമലാകും. ഈ നോർമൽ ആകുന്ന സമയത്തേക്ക് പശു അപ്പുറം കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് പശു പിന്നെ കഴിക്കും. അന്നേരത്തെ നോർമലായി. ഇതൊക്കെ ഇവരുടെ സെൽഫ് ഡിഫൻസ് ആണ്. ഈ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റിനെ സാധിക്കുള്ളൂ. അതിന് ഇതൊക്കെ സെൻസ് ചെയ്യാനും അതിനുള്ള സ്റ്റെപ്പ് എടുക്കാനും സാധിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഉണ്ടാവണം. ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ ഇതെല്ലാം ഒരു പരിധി വരെ ഇവർ തന്നെ പ്ലാന്റ് തന്നെ ഡീൽ ചെയ്തോളൂ. പ്ലാന്റ്സിന് സാധിക്കാത്ത ഒരു സമയത്ത് മാത്രമേ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് പെസ്റ്റ് ഓയിറ്റ് എന്ന് പറഞ്ഞാൽ പെസ്റ്റ് മാനേജ്മെന്റിനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. രണ്ടാമത് നീം എന്ന് പറഞ്ഞ് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. നീമിന്റെ വളരെ ഹൈലി കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള സാധനമാണ്. നീം എന്ന് പറഞ്ഞാൽ മുട്ട. ഇപ്പൊ നമ്മൾ ചോട്ടിലും മറ്റും ഒഴിക്കുമ്പോൾ ഇതിന് മുട്ട വിരിയാതെ പോകും. നമ്മൾ മാവ് കൃഷിയിലൊക്കെ നേരിടുന്ന നമ്മുടെ നാട്ടിൽ തന്നെ വിൽക്കുന്ന പല മാവും ആ പഴുത്തു വരുന്ന സമയത്ത് പുഴുവായിരിക്കും, അകത്ത് പുഴുവായിരിക്കും. നമ്മുടെ വീട്ടിലൊരു നീലമാവുണ്ട്. എല്ലാ വർഷവും പല വർഷങ്ങളിലും അങ്ങനെ പോകുമായിരുന്നു. പ്രാവശ്യം ലോക്ക്ഡൌണൊക്കെ ആയിരുന്നുകൊണ്ട് നമ്മളും സ്ഥലത്തുണ്ടായിരുന്നുണ്ട്. ഒരു ചില മാങ്ങയ്ക്ക് 1 കിലോ 1.5 കിലോ ഉണ്ട്. ഇത് തലയിൽ വീണ ആള് പോകും, അത്രയും കനമാണ്. വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് ചിലപ്പോൾ ആരും വന്ന ഒരൊറ്റ വീഴ്ച വീട് കഴിഞ്ഞാൽ 2 മാവുണ്ട്, 2 പൊഴിഞ്ഞു വീഴും. ചിലർക്ക് ഒരു 1.5-2 കിലോമീറ്റർ കാണും ഒരു മാങ്ങ തന്നെ. അപ്പം ഇങ്ങനെ പഴുത്ത് വീണ് പോകും. വെറുതെ തുറന്നു നോക്കാൻ മുഴുവൻ പുഴുവായിരിക്കും. എത്രയോ വർഷങ്ങളായിട്ട് വെറുതെ വേസ്റ്റ് ആയി പോകുമായിരുന്നു. പ്രാവശ്യം ലോക്ക്ഡൌൺ ആയിരുന്നു, നമുക്ക് സമയം ഉണ്ടായിരുന്നുകൊണ്ട് ഈ സാധനം മുഴുവൻ പറിച്ചിട്ട് ഈ സാധനത്തിനകത്ത് പെസ്റ്റിസൈഡിനകത്ത് മുക്കി വെച്ച് നോക്കി. 5 ദിവസം കഴിഞ്ഞ് പഴുത്ത ഭാഗത്ത് ഈ മുട്ടയിട്ടിരിക്കുന്ന ഈ കീടങ്ങൾ മുട്ടയിട്ടിരിക്കുന്ന ഡോട്ട് നമ്മുടെ ഇതുകൊണ്ട് സൂചി കൊണ്ട് കുത്തിയിരിക്കുന്നിടത്ത് ഡോട്ട് കാണും.
ഒറ്റയെണ്ണം വിരിഞ്ഞില്ല, മുഴുവൻ ഒരെണ്ണം പോലും കംപ്ലീറ്റ് കിട്ടി. പറിച്ചിട്ട് മുക്കി വെച്ചു. പറിച്ചിട്ട് മുക്കി വെച്ചു. പൂക്കുന്ന സമയത്ത് അടിക്കുക. രണ്ട് തരത്തിലുണ്ട്. പൂക്കുന്ന സമയത്ത് അകത്ത് വന്ന് മുട്ടയിടുന്ന വണ്ടുകളുണ്ട്. അവനാ കറുത്ത മാങ്ങ പഴുക്കുന്ന സമയത്ത് വണ്ടും മുട്ട വിരിഞ്ഞ് വരുന്നുണ്ട്. അതുകൂടാതെ ചെറു മാങ്ങ ആയതിനു ശേഷം ചെറു പ്രാണികളുണ്ട്, അവർ വന്ന് കുത്തിയിട്ട് മുട്ടയിട്ടിട്ട് പോകും. അത് ഈ പഴുക്കുന്ന സമയത്താണ്. കറക്റ്റ് ടൈമിങ് കറക്റ്റ് ആയിരിക്കും. ഇത് പഴുക്കുന്ന സമയത്ത് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വിരിയും. ഇതാണ് കണക്ക്. പക്ഷേ ഇത് പൂക്കുന്ന സമയത്ത് അടിച്ചു കൊടുത്താൽ ആ വണ്ടുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മാങ്ങയൊക്കെ പറിച്ചിട്ട് ഇതിനകത്ത് മുക്കി വെച്ചിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞ് നമ്മൾ മാങ്ങ എടുത്ത് കഴിക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഈ പ്രൊഡക്റ്റിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡ് മുക്കി വെച്ചിട്ട് 5 ദിവസം കഴിഞ്ഞെടുത്ത് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ അതിനേക്കാളും മോശമായെങ്കിൽ പോലും നമ്മൾ തന്നെ ചെയ്തിട്ട് കഴിക്കാൻ ധൈര്യം കിട്ടുന്നത് നമ്മൾ ആ പ്രൊഡക്റ്റിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇപ്രാവശ്യം നമ്മളത് ചെയ്ത് ഒറ്റ മാങ്ങാൻ പോലും പോയില്ല. കംപ്ലീറ്റ് കിട്ടി. കാരണം മുട്ട വിരിയാതെ പോകുമ്പോൾ നമുക്ക് കാണാം. മുട്ടയുടെ അവരായിട്ടിരിക്കുന്ന ഡോട്ട്സ് അവിടെ കിടപ്പുണ്ട്. മുട്ട വിരിയാതെ പോയി നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ പ്രൊഡക്റ്റുകളുണ്ട്. അടുത്തത് പെസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും വൈറ്റ് ഫ്ലൈസിനെ മാനേജ് ചെയ്യാനുള്ളതാണ്. ഇത് വൈറ്റ് ഫ്ലൈസ് ഏറ്റവും വലിയ തലവേദനയുള്ള സാധനമാണ്. അതിനുള്ളതാണ്. അടുത്തത് ഓർഗോമൈറ്റ് എന്ന് പറയുന്നത് മൈറ്റ്സിനുള്ളതാണ്. മൈറ്റ്സ് ത്രിപ്സിനെ എല്ലാവരും കൂടി ഓർഗോമൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ കാണിച്ചിരുന്നു. ചാഴി മുഞ്ഞ കാറ്റഗറി സാധനം. അപ്പോൾ ഇങ്ങനെ സ്പെസിഫിക് സാധനങ്ങളുണ്ട്. ഒരു ഫംഗസ് ആണ്. ഫംഗസൈഡ് ഓരോന്നിന്റെ പേരാണ്. ഇത് വൈറസോട് വൈറസ് ഡിസീസ് പൊതുവെ മാനേജ് ചെയ്യാൻ ഏറ്റവും ടഫായിട്ടുള്ള സാധനമാണ് വൈറസ്. പ്രത്യേകിച്ച് ഈ വാഴയുടെ കൂമ്പടയ്ക്കുന്നൊക്കെ വൈറസ് രോഗങ്ങളാണ്. പപ്പായയ്ക്ക് മഞ്ഞ നിറത്തിൽ വരുന്ന വൈറസ് രോഗങ്ങളാണ്. ഏറ്റവും പച്ചമുളകിൽ വരുന്ന കുരുടിപ്പൊക്കെ വൈറസ് രോഗങ്ങളാണ്. വൈറസ് പൊതുവെ വന്നാൽ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാധനം. വൈറസ് വന്നാൽ സാധാരണ ആരുടെ ഏത് സയന്റിസ്റ്റിനോട് ചോദിച്ചാലും ചുവട്ടെ വെച്ച് തീയിടുക, വേറൊന്നുമായിട്ട് കളയുക, നശിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. വേറൊന്നുമായിട്ട് കൂട്ടിമുട്ടിക്കുക പോലും ചെയ്യരുതെന്ന് പറയും. പക്ഷെ എൻ്റെ ഒരു കമ്പനി ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ പോലും എൻ്റെ അനുഭവത്തിൽ ഈ സാധനം ഉപയോഗിച്ചാൽ വൈറസ് വന്നിടത്തുനിന്ന് ഒരു 50-60% വരെ റിക്കവർ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചില തോട്ടങ്ങൾ കംപ്ലീറ്റ് പോയി നടത്തുന്ന റിക്കവർ ചെയ്ത അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇത് നല്ലൊരു അഡ്വാൻസ് ആയിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ആ തോട്ടത്തിൽ വൈറസ് കയറുന്നേ ഇല്ല. നമ്മുടെ അനുഭവം ആണ് പറയുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ ആരും ഒന്നും ചെയ്യാനില്ലെന്ന് അല്ലല്ല. വൈറസ് സാധ്യതയുള്ള കൃഷികൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഏതായാലും സ്പ്രേ ചെയ്യുന്ന കൂടെ ഇതിലൂടെ ചേർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. കാരണം 5000 വാഴയൊക്കെ വെച്ചാൽ നമ്മൾ പറഞ്ഞത് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരെണ്ണത്തിനോ 2 എണ്ണത്തിനോ ഒരു കണ്ടിട്ടുണ്ട് ആകെ. ഇത് സാധാരണ 5 to 10% വൈറസ് ഒന്ന് പോകുന്നതാണ്. അപ്പം എന്ത് ലോസാണ് വരുന്നത്? മുഴുവൻ വേറെ ഒന്നെങ്കിൽ അത് പോകാൻ പുതിയ വാഴ വെച്ച് കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ എത്ര ലോസാണ് വരുന്നത്? ഒരു ഇഷ്ടംപോലെ കേസുകൾ നമുക്കുണ്ട്. ഇപ്പം ഈ കമ്പത്ത് നല്ലൊരു 25,000 പപ്പായയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വൈറസാണ്. കട്ലേടി ഇവിടെ പലരും കൃഷി ചെയ്യാൻ അറ്റൻഡ് നോക്കിയിട്ട് ഇട്ടച്ച് പോകുന്ന വൈറസ് കാരണം ഒരു 25,000 പപ്പായ പ്ലാന്റ് കമ്പത്ത് നമ്മൾ ചെയ്തത് മുഴുവൻ പോയി കിടക്കുക. കൃഷിക്കാരൻ ആരണ്ടൊക്കെ വിളിച്ച് കാണിച്ച് അവരെല്ലാവരും പറഞ്ഞ് രക്ഷയില്ലെന്ന് നടത്തുന്നത് മുഴുവൻ തോട്ടം മുഴുവൻ റിക്കവർ ചെയ്ത് ഒത്തിരി കേസുണ്ട്. തിരുപ്പൂരത്തൊരു വലിയ ഫാം NRIയുടെ അത് മുഴുവൻ വൈറസ് അടിച്ച് മുഴുവൻ പോയതാണ്. അവരൊക്കെ പുറത്തുനിന്നൊക്കെ സയന്റിസ്റ്റുകളൊക്കെ കൊണ്ടുപോകും. അങ്ങനെയുള്ളൊരു ചോദിക്കുമ്പോൾ നമ്മൾ നേരെ റിസൾട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങേ സൈഡിൽ നിൽക്കുന്ന സയന്റിസ്റ്റുകളായാലും പറഞ്ഞു കൊടുക്കും. അതിന് പ്രൊഡക്റ്റ് വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് വൈറസ് പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം വയ്ക്കാൻ പറയുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ പറയും നിങ്ങൾ വേറെ ആരും കാണിക്കും, എല്ലാവരും പറയുന്നത് നോക്ക്, അത് കഴിഞ്ഞ് വേറെ ആരും ഒന്നും രക്ഷയില്ലെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാമെന്ന് പറയും. അങ്ങനെ പറയുള്ളൂ. കാരണം അല്ല ആദ്യം കയറി പറയുന്നവർ അവർക്ക് സംശയം തോന്നും. അങ്ങനെ ചെയ്തതാണ് ട്രിവാൻഡ്രത്തെ ഒരു ഫാമിൽ. അതിനുശേഷം അവിടുത്തെ സൂപ്പർവൈസർ നമ്മളെ വിളിച്ച് പറഞ്ഞ സയന്റിസ്റ്റുകളെ കാണിച്ചിട്ട് അവർ വെട്ടി ഇത് മുഴുവൻ കുഴിയിട്ട് മൂടണം, എന്നിട്ട് ആ കത്തി 2 ആഴ്ച ബോഡോമിശ്രത്തിനകത്ത് ഇട്ടതിന് ശേഷം കത്തി പോലും ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടന്നു. നമ്മുടെ വൈറസോടെന്ന് പ്രധാനം ഉണ്ടായിരുന്ന 2 സ്പ്രേ കൊടുത്ത് തോട്ടം മുഴുവൻ റിക്കവർ ചെയ്യും. അവർ പിന്നെ 2ാമത് സയന്റിസ്റ്റുകൾ അവരുടെ ചിലവിൽ വന്ന് ഇത് കാണാൻ വന്നു. കാരണം അവരുടെ അനുഭവത്തിൽ ഇതുവരെ അങ്ങോട്ട് സാധനം റിക്കവർ ചെയ്തിട്ടില്ല. അപ്പോൾ റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാണ്ട് അവർ തന്നെ അവരുടെ ചിലവിൽ വന്ന് കണ്ടിട്ട് പോയെന്നാണ് തോട്ടം. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനം. പിന്നെ ഇത് സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ഇപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. ഇന്നത്തെ ക്ലൈമറ്റ് നമുക്ക് പോലും ദിവസം ഒന്നെങ്കിൽ മഴയാണെങ്കിൽ അതുപോലത്തെ മഴ, വെയിലാണെങ്കിൽ അതുപോലത്തെ വെയിൽ, ഇങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ ക്ലൈമറ്റ്. സ്ട്രെസ്സുകളാണ് ചെടിയുടെ ഒരു 30 to 40% ഔട്ട്പുട്ട് നമുക്ക് കിട്ടാതെ പോകുന്നത് സ്ട്രെസ് കൊണ്ടാണ്. ആ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഒരു UK പ്രോഡക്റ്റാണത്. ഓർത്തോസിലിസിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടത് വളരെ സഡൻ ചെടി അവിടെ നിന്ന് റിക്കവർ ചെയ്യുന്ന ഒരു സാധനം. വളരെ പെട്ടെന്ന് തന്നെ ചെടിയുടെ കരുത്ത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നു. വേനൽക്കാലത്തൊക്കെ തടിച്ച് അതിൻ്റെ പുറത്തൊരു കോട്ടിങ് വരും, ഒരു വാക്സ് കോട്ടിങ് പോലെ വരും. അത് നല്ല ഗ്ലോസ് ചെയ്ത് നല്ല വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല തിളങ്ങുന്നതാണ് പറ്റില്ല. നല്ല അതിന് പുറത്തോടെ ഒരു വാക്സ് കോട്ടിങ് പോലെ വരിക ചെയ്യും. ഇത്തരം പ്രോഡക്റ്റാണ്. അത് ഏത് സമയത്തും മഴ കൂടുന്ന സമയത്തും ചെടിക്ക് സ്ട്രെസ് ഉണ്ട്, വെയിൽ കൂടുന്ന സമയത്തും സ്ട്രെസ് ഉണ്ട്. അതായത് പലപ്പോഴും നമ്മളിവിടെ കൃഷിക്കാർ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ ഫാമേഴ്സിൻ്റെ ഇടയിലുള്ള ധാരണ പൊതുവെ ഈ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലായിട്ട് ഏക്കർ കണക്കിന് ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ പോലും ഈ ഞാൻ ആ കൂടി എന്നോട് ഒരു ചെന്നൈയിൽ നിന്നുള്ള ഒരു 200 ഏക്കർ ഹൈ റേഞ്ചിൽ ഏലം തോട്ടമുള്ള ഒരാൾ, നല്ല പ്രൊഫഷണലാണ്.
അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇന്ത്യയിൽ എൻ്റെ മുമ്പിൽ ഇരുന്ന ഒരാൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത പറഞ്ഞ നിങ്ങളാണ്. വേറെ ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ കാരണം വേനൽ കൂടിയ വെള്ളം കൂടി ഒഴിക്കാനാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ശ്രമിക്കുന്നത്. ഈ വെള്ളം എന്ന് പറയുന്നത് ദാഹത്തിനെ മാത്രമേ അഡ്രസ്സ് ചെയ്യുള്ളൂ, തളർച്ച അഡ്രസ്സ് ചെയ്തില്ല. നമ്മൾ ടാറിങ് പണിക്ക് റോഡിൽ നിന്ന് ടാറിങ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരാൾക്ക് കുറച്ച് 2 കിലോ വെള്ളം കൊടുത്താൽ തീരുന്നൊരു പ്രശ്നമാണ്. വെയിലത്ത് നിൽക്കുന്ന ഒരാൾക്ക് വെള്ളം ദാഹമുണ്ട് ഇല്ലെന്നല്ല, ദാഹം വയറ് പൊട്ടാൻ ഇത്രയും വെള്ളം കുടിച്ചിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പിന്നെ വെള്ളം കൊണ്ട് കൊടുത്താൽ തളർച്ചയാണ്. ആ തളർച്ച മാറ്റാനാണ് വൈകുന്നേരം വെള്ളം അടിക്കാനൊക്കെ പോകുന്നതിന് കാരണം തളർച്ച മാറ്റാനാണ്, ആ ക്ഷീണം അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ തളർച്ച ചെടികൾക്കുണ്ട്. ആ തളർച്ചയാണ്, ആ സ്ട്രെസ് കൊണ്ടാണ് ചെടിക്ക് നേരെ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ HF പശു ഇതിനെ കൊണ്ട് വെയിലത്ത് കൊണ്ട് കിട്ടിയാൽ വെള്ളം കൊടുത്താൽ തീരുന്നൊരു പ്രശ്നമല്ല, അതിന് ആ ടെമ്പറേച്ചർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഹൈബ്രിഡ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഡക്ഷൻ ആൾക്കാരെല്ലാവരും വെക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു തെങ്ങ് വെക്കുകയാണ്, നമ്മൾ ഏത് തെങ്ങാണ് വെക്കുന്നത്? 50 തേങ്ങ ഒരു കൊലയിലുണ്ടാകുന്ന തെങ്ങാണ് മേടിച്ച് വെക്കാൻ ആഗ്രഹിക്കുന്നത്. 2ാം വർഷം കായ്ക്കണം, 24 മാസം കൊണ്ട് 30 മാസം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് കൊണ്ട് വെക്കും. ആ 2ാം മാസം അല്ല 2ാം വർഷം കായ്ക്കുന്ന തെങ്ങെന്ന് പറയാൻ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം. മറ്റേത് വളരെ നാടൻ ബ്രീഡുകൾ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഇപ്പോൾ നാടൻ പശുവാണെങ്കിലും നാടൻ പട്ടിയാണെങ്കിലും എല്ലാത്തിനും അവൻ ഏത് സാഹചര്യത്തിനും വളരാൻ. പക്ഷേ എന്നാലും വേറെ സൈഡിൽ കുറച്ച് പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, പക്ഷെ അവന് കരുത്ത് കൂടുതലുണ്ടായിരിക്കും. പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കരുത്ത് ഡൈലൂട്ട് ചെയ്യപ്പെടും, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ആണ് ഇവിടെ ഈ സാധനം അഡ്രസ് ചെയ്യുന്നത്. സ്ട്രെസ് ഔട്ട് വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് സ്പെക്ട്രം പ്രോഡക്റ്റ് ഉണ്ട്. അതുകൂടാതെ വെറ്റിനറി ഉണ്ട്, വെറ്റിനറി സപ്ലിമെന്റ്. ഇന്നിപ്പം പശുക്കൾക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ പൊതുവെ ധാരണ ഇപ്പം ഈ പറഞ്ഞ പശു കൃഷിക്കാരും വിചാരിച്ചിരിക്കുന്നത് അല്ലെ ആരോ അവരൊക്കെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഈ അവർ പശു ഫാം ഇന്ന് സാധാരണ പണ്ടത്തെ കാലത്ത് ഒരു 2 പശുവിനെ 3 പശുവിനെയൊക്കെ വളർത്തി എത്രയോ വീട്ടമ്മമാർ ജീവിച്ചിരുന്നു. ഇന്ന് അങ്ങനെയുള്ളവർ ആരുമില്ല, നിർത്തി വരുവാണ്. ഇപ്പം ഫാം ഒത്തിരി പേര് പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി പേര് പോയി തുടങ്ങുന്നുണ്ട്. പലരും പ്രോഫിറ്റബിൾ അല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രോഗങ്ങൾ വളരെ കൂടുതലാണ്. പൊതുവെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൂടുതൽ ആൾക്കാർ പാലെത്രയാണെന്ന് ചോദിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഫീഡ് കമ്പനികൾ, കന്നുകാലി തീറ്റ കമ്പനികളെല്ലാം കോമ്പറ്റീഷൻ കൂടി പണ്ട് നമ്മൾ വീട്ടിലെ പിണ്ണാക്കം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നല്ലോ കൊടുക്കുന്നുള്ളൂ. പുറത്തുനിന്ന് ഫീഡ് വാങ്ങി കൊടുക്കാൻ തുടങ്ങിയതോടുകൂടി കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണം പെട്ടെന്ന് പാല് കൂടാനായിട്ട് കൃഷിക്കാരൻ ചോദിക്കുന്ന പാല് കൂടാൻ വിലക്കുറവായിരിക്കും. പാല് കൂട്ടാനും വില കുറയാനും ഏറ്റവും വലിയ മാർഗം യൂറിയയുടെ കണ്ടന്റ് കൂട്ടുകയാണ് ചെയ്തത്. ഇതിനകത്ത് പോൾട്രി ഫീഡിനകത്തും പശുവിൻ്റെ ഫീഡിനകത്തും യൂറിയ കണ്ടന്റ് കൂട്ടും. യൂറിയ കണ്ടന്റ് കൂട്ടുമ്പോഴത്തേന് ഇതിന് എല്ല് ഉരുകിപ്പോരുതെന്ന് പറയുന്നത് പാല് പോരും. അവിടെ പശുവിൻ്റെ ലൈഫ് തീരും. തന്നെ ഓസ്റ്റിയോപോറോസിസ് പോലത്തെ രോഗങ്ങൾ വരും, എല്ലടിക്കുന്ന രോഗങ്ങൾ, ഇതൊക്കെ വരുന്ന റീസൺ ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട യൂറിയ കണ്ടന്റ് കൂടി കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഇൻഫെർട്ടിലിറ്റി പ്രശ്നം വരുവായി. ഒരു പശു ഫാം ലാഭത്തിലാവാനായിട്ട് ഉള്ള ഒരേ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഒരു 15 മാസം കൂടുമ്പോഴെങ്കിലും പശു വീണ്ടും പ്രസവിക്കണം. ഇതാണ് പ്രോഫിറ്റബിൾ ആവാനുള്ള ഒരു ഫോർമുല. ഈ 15 മാസം കൂടുമ്പോൾ പ്രസവിക്കണം. ന്യൂട്രീഷൻ മാനേജ്മെന്റ് കറക്റ്റാണല്ലേ നടക്കുള്ളൂ, ഇത് നടക്കില്ല. ഇവിടെ പല പശുക്കൾക്കും പ്രസവിക്കാതെ അതിനെ കുത്തിവെച്ച് 10, 12, 15 പ്രാവശ്യം 4 പശു ഉണ്ട്, അതിനകത്ത് 2 എണ്ണം പ്രസവിച്ചതുണ്ട്, 2 എണ്ണം കറക്കുന്നുണ്ട്. ബാക്കി 2 എണ്ണത്തിനെ ഈ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ഈ പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ 2 എണ്ണത്തിൻ്റെ പ്രോഫിറ്റ് മുഴുവൻ ഇതാണ് തീർക്കുന്നത്. ഇത് പല കൃഷിക്കാർക്കും അറിയാൻ പറ്റും. വലിയ ഫാംകാർ എന്നാൽ 2 പശുവിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവർ രാവിലെ വെളുപ്പിനെ 4 മണി മുതൽ രാത്രി 11 മണി വരെ ഇതിൻ്റെ പുറകെ നിൽക്കണം. ഒരു കൂലിപ്പണിക്ക് പെട്ടെന്ന് രൂപ പോലും കിട്ടുന്നില്ല. എന്നാൽ 100 പശുവിനെ വളർത്തുന്നത് ലാഭത്തിലാണ്. അപ്പം നമുക്ക് തോന്നുന്നില്ല 2 പശുവിനെ 3 പശുവിനെ വളർത്തിയിട്ട് നഷ്ടം. പിന്നെ എങ്ങനെയാണ് 100 പശുവിനെ വളർത്തിയിട്ട് എങ്ങനെയാണ് ലാഭത്തിൽ പോകുന്നതെന്ന് തോന്നും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവന് ഇതറിയാം. അതായത് ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നവും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ സൈഡിലേക്ക് പോകത്തേ ഇല്ല. 100 കറക്കുന്ന പശുവിനെ അവൻ നിലനിർത്തുന്നത്. കറവ ഇത്ര ലിറ്ററിന് താഴെയാണ് ലോസാന്ന് അവനറിയാം. അവൻ ഒരു ദിവസം ഒരു പശുവിൻ്റെ പുറത്ത് എത്ര രൂപ ചിലവ് വരുന്നുണ്ടെന്ന് കൃത്യമാണ് കാൽക്കുലേഷൻ ഉണ്ട്. ഇത്ര ലിറ്റർ പാലിൻ്റെ താഴെയാണ് അന്ന് വൈകുന്നേരം ഇത് സ്ലോട്ടർ അന്ന് വൈകുന്നേരം വണ്ടിയിൽ കയറും. അടുത്ത പശുവിടെ വന്നു കഴിയും. അവൻ ബാക്കി ഭാഗത്തേക്ക് പിടിക്കത്തേ ഇല്ല. ഇതുകൊണ്ടാണ് അത് ലാഭത്തിൽ പോകുന്നതിൻ്റെ റീസൺ. പക്ഷെ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് ഒരു ദിവസം പാല് കുറഞ്ഞെന്ന് പറഞ്ഞ് ഇറക്കാൻ കൊടുക്കുക സെന്റിമെന്റ്സ്. ഈ സെന്റിമെന്റ്സ് ആണ് ഈ കൃഷിക്കാരുടെ ലോസ് ആകുന്നത്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനില്ല. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ മാനേജ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈ ക്വാളിറ്റി ന്യൂട്രീഷനാണ്. കാൽസ്യം ഗ്ലൂക്കോണേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷനിലൊക്കെ മാത്രം ഉപയോഗിക്കുന്നതാണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഒക്കെ ഉള്ള പ്രവർത്തനമാണ്. പെട്ടെന്ന് അതിൻ്റെ ഡൈജഷൻ അതായത് പശുവിൻ്റെയൊക്കെ ഹെൽത്ത് നോക്കുന്നത്, പൊതുവെ മൃഗങ്ങളുടെയൊക്കെ ഹെൽത്ത് നോക്കുന്നത് പശുവിൻ്റെയൊക്കെ ആണെങ്കിൽ ചാണകം ടൈറ്റ് ആയിരിക്കണം, പേസ്റ്റ് പോലെ ഇരിക്കണം. ഇതിവിടെ ചാണകം ലൂസാണ്, എന്നാൽ അതെടുത്ത് വെള്ളത്തിലിട്ട് കലക്കുവാണെങ്കിൽ ഒരു 25% സാധനമെങ്കിലും ദഹിക്കാതെ കിടക്കുന്നതാണ്. ചാണകം ശരിക്കും ടൈറ്റ് ആയിരിക്കണം, പേസ്റ്റ് പോലെ ഇരിക്കണം. ഇവിടെ നേരെ അതുപോലെ ടൈറ്റ് ആയിരിക്കണം, പേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ ഇരിക്കണം. ഇത് ഇവിടെ നേരെ തിരിച്ചാണ്.
ലൂസാണ്, എന്നാൽ അതെടുത്ത് കഴിക്കാൻ ഒരു 25% ഈ മെയ്സൊക്കെ അതേപടി കണ്ടുപിടിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഡൈജഷൻ കറക്റ്റ് അല്ലെന്നാണ്. ആ ഡൈജഷൻ കറക്റ്റ് അല്ലാത്തതിന് ചുമ്മാ ഇത് വീണ്ടും വീണ്ടും കൊടുത്തിട്ടുണ്ടെന്ന കാര്യം. അപ്പോൾ ഡൈജഷൻ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു മിനറൽ മിക്സർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു കറക്കുന്ന പശുവിനൊക്കെ ഒരു ദിവസം ഒരു 100 രൂപ മുതൽ 250 രൂപ വരെ പ്രോഫിറ്റ് കൂടുന്നുണ്ട് ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയും. അത്രയും ഡൈജഷൻ മെച്ചപ്പെടുന്നുണ്ട്, അത്രയും പാല് കൂടുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റി കൂടുന്നുണ്ട്, ഇതിൻ്റെ ഫാറ്റ് കൂടുന്നുണ്ട്, ലൈഫ് കൂടും. അതായത് ഒരു പശു കറക്റ്റായിട്ട് ഈ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫാമുകളിൽ നമ്മൾ കാണുന്നത് വെറ്ററിനറി ഡോക്ടറെ വരവ് ഭയങ്കരമായിട്ട് വരും. ഇപ്പം നമ്മുടെ ചില ഫാമുകളിൽ അവർ പറഞ്ഞ് ഇതിലേക്ക് വന്നതിന് ശേഷം ഇതുവരെ വെറ്ററിനറി ഡോക്ടർ അവരുടെ ഫാമിൽ വരേണ്ടി വന്നില്ല. അത് വലിയൊരു കാര്യം. എത്ര രൂപ ഒരു ഡോക്ടർ പ്രാവശ്യം വന്നിട്ട് പോകണമെങ്കിൽ, കാരണം സമയത്ത് ജനയിക്കുന്നു, പ്രസവത്തിന് പ്രോബ്ലം വരുന്നില്ല, അകിടുവീക്കം വരുന്നില്ല, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് റോളില്ല. കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ മാനേജ്മെൻറ്റിലെ അറിവ് കുറവാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വെറ്ററിനറിയിൽ 3 പ്രോഡക്റ്റ് ഉണ്ട്. സ്ട്രെസ് ഓഫ് എന്ന് പറയും, പിന്നെ ഒരു വിറ്റമിൻ മിനറൽ പ്രോഡക്റ്റ്, ഇതാണ് മിനറൽ മിക്സർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ഇതാണ് കറക്കുന്ന പശുക്കൾക്കുള്ള പ്രോഡക്റ്റാണ്. പിന്നെ സ്ട്രെസ് ഓഫ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. സ്ട്രെസ്, പെട്ടെന്നുള്ള ക്ഷീണം, തളർച്ച എന്നൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്യുന്ന സാധനം. ഇത് പോൾട്രി സപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഫാം ബേസ്ഡ് കംപ്ലീറ്റ് പ്രോഡക്റ്റ്. ഇത് കൂടാതെ ഹ്യൂമൻ പ്രോഡക്റ്റുകളുണ്ട്. കാരണം കംപ്ലീറ്റ് മനുഷ്യന് വേണ്ട FMCG പ്രോഡക്റ്റുകളുണ്ട്. വളരെ ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഉണ്ടോ? സ്ലൈഡ് ഉണ്ടോ? ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. തവിട് തന്നെ റുക്കൻ എക്സലന്റ് ആയിട്ടുള്ളൊരു തവിട്. ഇന്ന് രാവിലെ കൂടെ ഞാൻ രാവിലെ വന്നപ്പോൾ മൂന്നാറിൽ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് ആ തവിടെണ്ണ ഭയങ്കര അത്രയും കുഴപ്പമില്ല, റിസോർട്ടുള്ള ആളാണ്. ഉണ്ട് അത് വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റിയാണ്. നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ്, എക്കണോമിക്കലാണ്. പകുതി ആവുള്ളൂ, വേറെ ഭയങ്കര തിക്കാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ പകുതി ആവശ്യമുള്ളൂ. ഭയങ്കര തിക്കാണ്. പിന്നെ HDL കൂട്ടും, LDL കുറയ്ക്കും. ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. കോസ്റ്റ് വൈസും ലാഭമാണ്, ടേസ്റ്റ് വൈസും ലാഭമാണ്. ഒരു 2 കിലോയുടെ MRP 450 വരും. ഡീലർ പ്രൈസ് ഒരു 373 ഡീലർ പ്രൈസ്. ആക്ച്വലി എനിക്ക് നേരത്തെ മുതലേ തവിടിനെ കുറിച്ചുള്ളൊരു സംശയം. നമ്മൾ നെല്ല് കുത്തി കിട്ടുന്ന തവിട് അത് തന്നെ എന്നാ ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന തവിടാണ് ഈ പറയുന്ന കമ്പനികളെല്ലാം പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള തവിട് നമുക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഡൗട്ട്. ഓക്കെ, അത് നല്ല ചോദ്യമാണ്. ഒത്തിരി ആൾക്കാർ കാരണം ഒരു പലരും ഇതിനെക്കുറിച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാർ വീഡിയോയിലൂടെയൊക്കെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് യാതൊരു ബേസും ഇല്ലാത്തൊരു ആർഗ്യുമെന്റ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് എത്ര ടൺസ് ആണ്. ഞാൻ ഈ ചോദ്യത്തിന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെ ഇതിൻ്റെ ഒരു മാനുഫാക്ചറർ കാലടിയിലുണ്ട്. പുള്ളി പറഞ്ഞത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തവിടിൻ്റെ 10% പോലും തവിടെണ്ണ എടുക്കാനുള്ള കൺസംഷൻ ഇല്ല. ബാക്കി മുഴുവനും ശരിക്കും കന്നാരത്തീറ്റയും കോഴിത്തീറ്റയും ക്വാളിറ്റിയുള്ള കന്നാരത്തീറ്റയും കോഴിത്തീറ്റയിലേക്ക് നേരെ പോവുകയാണ്. 10% പോലും എടുക്കാനുള്ള റിക്വയർമെന്റ് മാർക്കറ്റിലില്ല. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫാമിലേക്ക് അവർക്ക് എത്ര ടൺ വന്നിട്ട് ചുമ്മാ കണ്ടിട്ട് പോകരുത്. എത്ര ടണ്ണാന്ന് വെച്ചാൽ അവർക്ക് പറയണം. ഞാൻ അവരുടെ മുമ്പ് വെച്ച് സാധനം എടുത്തു കൊടുക്കാം. എത്ര ടണ്ണാണെന്ന് പറഞ്ഞാൽ ചുമ്മാ ആൾക്കാരെ വരുന്നവരെല്ലാം എനിക്ക് കൺവിൻസ് ചെയ്തിട്ട് എനിക്ക് തന്നെ പറയാം. അവർക്ക് എത്ര റിക്വയർമെന്റ് എന്നുള്ളത് അവരുടെ മുമ്പ് വെച്ച് സാധനം ഉത്പാദിപ്പിച്ച് കാലടിയിലുള്ള ഞാനിത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെ ചോദിച്ചത്. ബേസ്ലെസ് ആണ്. കാരണം അതിന് എത്ര ടണ്ണാണ് ഓരോ ദിവസം ഉപയോഗിച്ച് തരുന്ന അരി. ഇതിന് മുഴുവൻ തവിട് എന്താ ചെയ്യുന്നത്? ആ തവിടിനകത്ത് മുഴുവനും ഇതുണ്ട്, ഓയിലുണ്ട്. ആ തവിട് എക്സ്ട്രാക്ട് ചെയ്യാൻ അങ്ങനെ എന്ത് കണക്ക് പറഞ്ഞു ഞാൻ മറന്നുപോയി. 10 ടണ്ണിൽ നിന്ന് എന്തൊരു കണക്ക് പറഞ്ഞു. ഞാൻ ആ കാൽക്കുലേഷൻ പറഞ്ഞു. ഇവർ എത്ര വേണേലും എടുത്തു കൊടുക്കാം. നമ്മളോട് 10% പോലും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല. ബാക്കി മുഴുവൻ പോവാൻ നമ്മൾ പശുക്കൾക്കൊക്കെ ആയിട്ട് പോവാണ്, തെന്നാലിലേക്ക് പോവാണ്. അപ്പം അതുകൊണ്ട് പിന്നെ FMCG പ്രൊഡക്റ്റുകൾ തുണി നനയ്ക്കാനുള്ള ഇത് കാരണം ഇന്ന് ഈ പ്രായമായവരിലൊക്കെ ബെഡ് സോർ പൊതുവെ വരാറുണ്ടല്ലോ. ഈ ബെഡ് സോർ വന്നിട്ട് നമ്മളതിന് എന്തെങ്കിലും പിന്നെ ക്രീം ചരിച്ച് കിടത്തിയിട്ട് ക്രീം ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു കാരണം ഇവിടുത്തെ ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നതാണ്. ഇവിടുത്തെ പൗഡർ ഡിറ്റർജൻറ്റ് മുഴുവൻ ആൽക്കലിയാണ്, കുമ്മായമാണ്. കുമ്മായത്തിനകത്തേക്ക് ഈ ഇതുപോലത്തെ ഇതിൻ്റെ ക്ലീനിങ് ഏജൻറ്റ് ചേർക്കുന്നതാണ് അവർ ചെയ്യുന്നത്. ഫില്ലറാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഫില്ലറില്ല. ഈ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ ഡിസീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകത്തില്ല. ബെഡ് സോർ ഉണ്ടാകത്തില്ല. ബെഡ് സോർ വരുന്ന പ്രായമായിട്ട് എഴുതാൻ വരെ കിടക്കുന്നവരുടെ തുണി ഇത് വെച്ച് നനച്ചാൽ അവർക്ക് ക്രീം ഉപയോഗിക്കേണ്ടി വരികയില്ല. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് മാത്രം സെപ്റ്റിക് ടാങ്ക് തന്നെ ഈ അടുത്ത കാലത്ത് കണ്ടൊരു ട്രെൻഡാണ്. കുറെ കാലം ആളുകൾ ഇത് കാണാൻ തുടങ്ങിയിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന എല്ലായിടത്തും ബോർഡുണ്ട്. റീസൺ എന്താണെന്നറിയാം? ഈ ഹാർപ്പിക്ക് പോലത്തെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് സെപ്റ്റിക് ടാങ്കിൽ ഡീകമ്പോസ് ചെയ്യാനുള്ള ബാക്ടീരിയ കൊന്നുകളയും. അപ്പോൾ ഡീകമ്പോസ് ചെയ്യപ്പെടുന്നില്ല അവിടെ. ഇതുകൊണ്ടാണ് നിറയുന്നത്.
എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി, പ്രശ്നമില്ല. ഇതൊക്കെ ഇതിൻ്റെ തന്നെ ഹാർപ്പിക്കിൻ്റെ ഒക്കെ തന്നെ വിലയുള്ളൂ, 10 രൂപയുടെ വ്യത്യാസമുള്ളൂ ഒരു ലിറ്ററിന്. ഡീലർ പ്രൈസ് വരുമ്പോൾ ഹാർപ്പിക്കിനേക്കാൾ താഴെയാണ്. ഹാർപ്പിക്കിനാണ് 85 രൂപയുണ്ട്, ഡീലർ പ്രൈസ് ഉണ്ട് 75 രൂപ 78 രൂപ. നോർമൽ പ്രൈസിൽ ഒരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഡിഷ് വാഷ്, പല ലേഡീസിനും സ്കിൻ അലർജി ഉണ്ട്. സ്കിൻ അലർജി മാത്രമല്ല, പ്ലേറ്റ് കഴുകുന്നതൊക്കെ നല്ല പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫുഡ് കുട്ടികളൊക്കെ നേരെ നക്കുകയൊക്കെ ചെയ്യുമല്ലോ, ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ്. മാത്രമല്ല ഈ സിങ്ക് ബ്ലോക്ക് ആവുന്നതിൻ്റെ കാര്യം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ പൈപ്പിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഈ സാധനം അത് കട്ട് ചെയ്ത് കളയും. ഇപ്പം ഈ പൈപ്പ് ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള ലാഭം, ബ്ലോക്ക് ആകൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ലാഭം. അതുകൂടാതെ സ്കിൻ അലർജി ഒത്തിരി ആൾക്കാർക്കുണ്ട്, ചെറിയ കോസ്റ്റേ വരുള്ളൂ. അതുപോലെ ഷാമ്പൂസ് ഉണ്ട്, ഒരു നല്ല സൂപ്പർ സാധനങ്ങളാണ്. ഈ അലോവേര ബേസ്ഡാണ്. അലോവേര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറ്റാർവാഴയുടെ, അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊഴിയാതെ മുടി പൊട്ടിപ്പോരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. എല്ലാ പ്രോഡക്റ്റും ഇന്ന പ്രോഡക്റ്റൊന്നുമില്ല, അലോവേര ഇത് ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളുണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ഉണ്ട്, കൊണ്ടുവന്നിട്ടുണ്ടോ കാണാം. വൈറ്റമിൻ സി ഉണ്ട്, അങ്ങനത്തെ പ്രോഡക്റ്റുകളുണ്ട്. ലിവർ ടോണിക് ഒത്തിരി സാധനങ്ങൾ. മറ്റേ പല്ലിൻ്റെ ഇതിനുള്ള മൗത്ത് വാഷ് ഇതുണ്ട്. ഇതാണ് ഭൃംഗരാജ്. കയ്യന്യവും ഇതിനകത്ത് കിടക്കുന്നത് ഇതാണ് രാമച്ചമാണ്. മുടി രണ്ടാമത് വളർന്നു വരുന്നുണ്ട്. നമ്മുടെ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. ഇത് ഒറിജിനലാണ് വരും. നമ്മൾ പണ്ടത്തെ കാലത്ത് വീഡിയോകളൊക്കെ കയ്യന്യൊക്കെ ഉണ്ടാക്കി കുറിച്ചിട്ടുള്ളതല്ലേ. അത് മുടിയൊക്കെ രണ്ടാമത് ഒരു പ്രതീക്ഷകളുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ മുടി നമ്മൾ പൊഴിയുന്ന സമയത്ത് ആദ്യം ഒരു സങ്കടം തോന്നും, നമുക്കൊക്കെ ഉണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കിതിനൊരു ആദ്യം ഒരു പെയിൻ തോന്നും. മുടി പൊഴിയുമ്പോഴോ നരയ്ക്കുമ്പോഴൊക്കെ ആദ്യം ഒരു വിഷമം തോന്നും. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിഞ്ഞുകൊണ്ട് ഇതൊരു ലേറ്റന്റ് പെയിനായി മാറും. അതായത് നമ്മൾ നോക്കുമ്പം പല ആൾക്കാർക്കും ഉണ്ട്. ഇതിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ഇത് ഇങ്ങനെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാണ് ധാരണ. ഉണ്ടാകുന്ന മുടി പല്ല് കണ്ണ ഇതുപോലുള്ള സാധനങ്ങൾ മുഴുവനും ചെയ്യുന്നത് വിറ്റമിൻസും മിനറൽസുമാണ് ഏറ്റവും കൂടുതൽ അതിന് റോള് പ്ലേ ചെയ്യാൻ. നമ്മൾ ഫുഡിനകത്ത് ആവശ്യത്തിനുള്ള വിറ്റമിൻസും മിനറൽസും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ. രണ്ടാമത് സ്ട്രെസ്സ്, നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് ഇതിനെ കൂട്ടും. ഇതൊക്കെ ഇന്ന് വളരെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ഭയങ്കരമാണ്. അതായത് പണ്ടത്തെ കാലത്ത് ഒരാൾ പേടി ഉണ്ടാകുന്ന പണ്ടത്തെ നമ്മുടെ ഈ ആൾക്കാരെ വനത്തിൽ കാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഫിയർ ഉണ്ടായിക്കൊണ്ടിരുന്നത് മുമ്പ് കാട്ടുമൃഗങ്ങൾ വരുമ്പോൾ അങ്ങനത്തെ വരുന്ന സമയത്താണ് ഫിയർ ഉണ്ടാകുക, വരുമോ എന്നുള്ള ഫിയറായിരുന്നു. അങ്ങനെ വെച്ച് നമ്മളിന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വലിയ കാട്ടുമൃഗങ്ങളെക്കാൾ അപ്പുറത്തെ പ്രശ്നങ്ങളാണല്ലോ ഡേ ടു ഡേ ലൈഫിൽ രാവിലെ വൈകുന്നേരം വരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫിയർ ഫാക്ടർ മുഴുവൻ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാക്കുന്നതാണ്. ഈ ഫ്രീ റാഡിക്കൽ ആണ് ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ വേണ്ട രീതിയിലുള്ള നല്ല സാധനങ്ങളൊന്ന് പണ്ടത്തെ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി ഈ സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി ഹെൽത്തിന് വേണ്ടി എത്ര മണിക്കൂർ വീട്ടിലൊരാൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു സ്വപ്നം. എൻ്റെ ഫാദറിൻ്റെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം കുളി എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. വേറെ പരിപാടിയൊന്നുമില്ല, വേറെ വീട്ടിൽ തേങ്ങയുണ്ട്, ആരെങ്കിലൊക്കെ തേങ്ങ ഇട്ടോളും, അത് ഇതൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു ദിവസം കുളി എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്, 2 hours. ഇഞ്ചിയൊക്കെ നേരിട്ട് തന്നെ ഓരോന്നും പീസാക്കി മറ്റേ ബണ്ണ് പോലെ മറ്റേ ഇതുണ്ടാക്കി നമ്മൾ കടയിൽ നിന്ന് പോയി നേരെ മേടിക്കുന്ന സാധനം നേരെ ഉണ്ടാക്കി എണ്ണ കുഴമ്പൊക്കെ തേച്ച് 1 മണിക്കൂർ തേച്ച് പിടിപ്പിച്ച് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. തേങ്ങയുണ്ട്, ഇഷ്ടംപോലെ തേങ്ങയുണ്ട്, 10,000-4,000 തേങ്ങ വിൽക്കുന്നുണ്ട്. അവർ തേങ്ങ ഇട്ടോളും പണിക്കാരെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് അവരെയൊക്കെ ചെയ്തോളൂ. ഇതൊക്കെയുള്ളൂ, വേറെ വലിയ പണിയൊന്നുമില്ല. ബാക്കി ടൈം കൂടെ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നാൽ മതി. ഇങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടായിരുന്ന ഇതെല്ലാം പോയി നമ്മളെല്ലാം ഭയങ്കര ബിസി ആയപ്പം ഇതെല്ലാം കമ്പനികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതെല്ലാം കാശ് കൊടുത്താൽ മതി. ഇതെല്ലാം കാശ് കൊടുത്താൽ കിട്ടാത്ത ഓരോ സാധനങ്ങളുണ്ടല്ലോ. എന്നാൽ ഇതൊക്കെ വളരെ വളരെ എഫക്റ്റീവായിട്ട്. ഇതുപോലെ തന്നെ ഓർത്തോസോൾ എന്ന് പറയും, ജോയിന്റ് ഹെൽത്തിൻ്റെ നടുവേദനയുടെ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഇദ്ദേഹം തന്നെ. അറിയാം, പറഞ്ഞോ. ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നു ഈ സാധനത്തിന് കുറേ കാലമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം നമുക്കറിയാം ഇതിൻ്റെ അവസാനം ഡോക്ടർ എന്താ പറയാൻ പോകുന്നത്. നമ്മൾ ഇഷ്ടംപോലെ കേസിൽ കണ്ടിട്ടുള്ള നടുവേദന, മുട്ടുവേദന, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പടലി വേദന, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓർത്തോസ് എക്സലന്റ് റിസൾട്ടാണ്. അതിൻ്റെ ഒരു പെയിനും ഇതുണ്ട്, ഓയിലും ഉണ്ട്. ഇതൊക്കെ സഡൻ ആക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ അറിയാം. അതുപോലത്തെ സാധനങ്ങൾ ഇതിനകത്ത് ഗ്ലൂക്കോസമൻ സൾഫേറ്റ് ഉണ്ട്. ഗ്ലൂക്കോസമൻ സൾഫേറ്റ് മെഡിക്കൽ ഷോപ്പിൽ വിൽക്കുന്ന സാധനമാണ്. പക്ഷെ അതിന് വേറെ കോമ്പിനേഷൻ ഉണ്ട്. ഇതിനകത്ത് MSM എന്നൊക്കെ പറഞ്ഞ കോമ്പിനേഷൻ ഉണ്ട്. അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടന്റ്. ചിലതിനകത്ത് കൊടുക്കാത്തതും ഉണ്ടാവും. കാരണം സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകളൊക്കെ എപ്പോഴും മറ്റുള്ള സാധാരണ കമ്പനികൾ എപ്പോഴും ഇല്ലാത്തോടെ എഴുതി വെക്കാനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഏത് ഡോക്ടറെ കാണിച്ചാലും കണ്ടന്റ് ഉണ്ടെങ്കിൽ കൊടുത്തോളാൻ പറയും. പക്ഷെ ഇതിനകത്ത് അവരുടെ സീക്രട്ട് ഫോർമുല ഉണ്ടാവും. കാരണം സ്പെഷ്യാലിറ്റി, കാരണം അത്ര റിസൾട്ട് വരുന്നത് അതുകൊണ്ടാണ്. പൊതുവെ ഇപ്പോൾ ഡോക്ടേഴ്സ് കണ്ടന്റ് കാണുമ്പോൾ ഇത് കണ്ടാലും അപ്രൂവ് ചെയ്യും. ഏത് ഡോക്ടറെ കാണിച്ചാലും അത് കഴിക്കാമെന്ന് പറയും.
പക്ഷേ സാധാരണ എന്താ ഇതേ കണ്ടിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം മെഡിക്കൽ ഷോപ്പിൽ കാണാൻ കഴിച്ച് റിസൾട്ട് കിട്ടിയത് ഇല്ല, ഇതെല്ലാം സപ്ലിമെന്റ് ആയത്. അതുകൊണ്ടാണ് മെഡിസിൻ ഡ്രഗ് എന്ന് പറയാൻ തന്നെ കാരണം. സപ്ലിമെന്റ് ആണ്. സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോർലിക്സും ബൂസ്റ്റും സപ്ലിമെന്റ് ആണ്. അതിന് ഡ്രഗ് ലൈസൻസിന്റെ ആവശ്യമില്ല അത് ഡീൽ ചെയ്യാൻ. മെഡിസിൻ അല്ല, മെഡിസിൻ കാറ്റഗറി എന്ന് പറയുമ്പോൾ സംഭവം മാറി. അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ മോഡേൺ മെഡിസിന്റെ ആ ഇതിനകത്ത് കുറെ കാലമായിട്ട് പ്രത്യേകിച്ച് IMA ഒക്കെ ഇന്ത്യയിൽ അതിപ്പോൾ തന്നെ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ടൊരു ഗവൺമെന്റിന് പൊതു വേദിയിൽ നിന്ന് പറയാൻ പോലും ഇപ്പോഴും ധൈര്യമില്ലെന്ന് പറയുമ്പോൾ ആ ലോബി എത്ര സ്ട്രോങ് ആണെന്ന് ആലോചിച്ചോണം. ഇവിടെ ആയുർവേദക്കാരുണ്ട്, ഹോമിയോക്ക് ഇത്രയും വർഷമായിട്ട് സാധനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോമിയോ കോളേജ് ഇവിടെ വെച്ച് നടത്തിയിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അത് അശാസ്ത്രീയം എന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്നതിനകത്ത് എന്ത് പിന്നെ അശാസ്ത്രീയമുള്ള സാധനം ഈ പിള്ളേരുടെ ഭാവി എന്തിനാണ് അത് തിരിച്ചുവിട്ടൂടെ? എന്തിനാ ഹോമിയോ കോളേജ്? കഴിഞ്ഞ ദിവസം ഹോമിയോയുടെ ഇതിനെ കുറിച്ച് മന്ത്രി പറഞ്ഞതിന് IMA ഭയങ്കര പ്രൊട്ടസ്റ്റ് ഒക്കെ അതിനനുസരിച്ചായിട്ട് വന്നില്ലേ? ഇതിനകത്തെ നമ്മൾ ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മോഡേൺ മെഡിസിൻ്റെ തന്നെ വിവരമുള്ള ആൾക്കാർ, അതായത് വെറും കച്ചവടക്കാരല്ലാത്ത വിവരമുള്ള പുറത്തെ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ കുറേ ആൾക്കാരായിട്ട് നമുക്ക് അടുപ്പമുണ്ട്. INMA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്ത്യൻ ന്യൂട്രീഷൻ മെഡിക്കൽ അസോസിയേഷൻ. അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ശ്രീകുമാർ ഒരാൾ. നമുക്ക് അവരുമായിട്ടൊക്കെ ഇപ്പോഴൊക്കെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പോഷർ ഉള്ളത്. അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ്റെ പോസിറ്റീവായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. മോഡേൺ മെഡിസിൻ എമർജൻസി മാനേജ് ചെയ്യുക, ഇതൊക്കെ മോഡേൺ മെഡിസിൻ്റെ സ്ട്രെങ്താണ്. ഇതിനെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നൊരു ചികിത്സാ രീതിയാണ് ഇവിടെ വരേണ്ടത്. പുള്ളിയൊക്കെ ഇപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ കൊടുത്തിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് പുള്ളിയുടെ ഭാഗത്തൊക്കെ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ട്, നടക്കുമെന്ന് വിചാരിക്കുന്നു. പുള്ളിയെപ്പോലെ തന്നെ പലരും ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇനി മോഡേൺ മെഡിസിനും ആയുർവേദം അലോപ്പതി എന്ന് പറഞ്ഞാൽ അതിലൊരു മനുഷ്യൻ നടക്കില്ല. ഒറ്റ ബോഡി ഒരു സ്ഥലത്ത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. അതിനകത്ത് മോഡേൺ മെഡിസിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആയുർവേദത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഹോമിയോയുടെ പോസിറ്റീവായിട്ടുള്ള മറ്റുള്ള എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്തൊരു ചികിത്സാ രീതിയാണ് ഇവിടെ വരേണ്ടതെന്നാണ് പുള്ളിയൊക്കെ പറയുന്നത്. എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ട്. അല്ല, അങ്ങനെ ഒരു ബോഡിയാണ് ഇവിടെ വരേണ്ടത്. അല്ലാതെ മോഡേൺ ഞങ്ങൾ വേറെ നിങ്ങൾ വേറെ യുദ്ധം ചെയ്യുന്നതല്ല. നമ്മുടെ ലൈഫ് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ്റെ പബ്ലിക്കിൻ്റെ ജീവിതം വെച്ചിട്ടാണ് ഇവർ കിടന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനുള്ള ഗുണകരമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് നമുക്കിതിനെ മാറ്റി നിർത്താവുന്നിടത്തോളം മാറ്റി നിർത്താം. എമർജൻസി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ശരിയായിട്ടുള്ള ഒരു ഇതെന്ന് പറയും. ഇവിടെ ചുമ്മാ ഇവരുടെ ജീവകാരം നമ്മുടെ മനുഷ്യൻ്റെ പബ്ലിക്കിൻ്റെ ജീവൻ വെച്ചിട്ട് ഇവർ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഇപ്പം ചർച്ച നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു സപ്ലിമെൻ്റ് ആണ്. ഇത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. ഇവിടെ കാണിക്കാത്ത ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. ഓൾമോസ്റ്റ് ഓൾ പ്രൊഡക്റ്റുകൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും